بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحبه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنف كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر. ربي زدنا علما وحلما وفهما وعقلا وأدبا. ربي تمن بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. إني أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم فقهنا في الدين وبارك لنا في تعلمنا وتعليمنا وأعطنا اللهم حظا وافرا فيهما واجعلنا مخلصين لوجهك الكريم. أما بعد. ഇനി ഇപ്പോ പറഞ്ഞത് ലോഹർ നിസ്കാരം സുബഹിയോടുകൂടെ നിസ്കരിക്കുക, മഗ്രിബിന്റെ പിന്നിലും ലോഹർ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. വനഹവിഹിമ വഹുവ കൽ മസ്ബൂഖി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോ അതല്ല അതിന് മുമ്പ് പറഞ്ഞതില് പിന്നെ വഫിൽ ളുഹ്രി ബിൽ അസ്രി വബിൽ ഉഖൂസി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വക്കത അൽ-ളുഹ്റു ബിസ്സുബ്ഹി. അപ്പൊ ളുഹ്ർ സുബഹീന്റെ പിന്നിൽ നിസ്കരിക്കുമ്പോ സുബഹിയിൽ എന്ത് ചെയ്യും? ഇമാമ് ഖുനൂത്ത് ഓതുമല്ലോ. മഅ്മൂമ് ളുഹ്റാ നിസ്കരിക്കുന്നത്, ഇമാമ് എന്താണ് സുബഹി നിസ്കരിക്കുന്നത്. അപ്പൊ ഇമാമ് ഖുനൂത്ത് ഓതും. അപ്പൊ എന്താക്കും? പിന്നെ അല്ലെങ്കിൽ പിന്നെ മഗ്രിബും പറഞ്ഞല്ലോ, മഅ്മൂമ് ളുഹ്റാ നിസ്കരിക്കുന്നത്, ഇമാമ് മഗ്രിബ് നിസ്കരിക്കുന്നത്. അപ്പൊ മഗ്രിബ് നിസ്കരിക്കുമ്പോ എന്തായി? പിന്നെ മൂന്നാമത്തെ റക്അത്തില് ഇമാം ഇരുന്ന് അയാൾ അവസാനത്തെ തഹിയ്യത്തല്ലേ ഓതും. അപ്പോ മഅ്മൂം എന്താക്കും? അയാൾ ളുഹ്റല്ലേ നിസ്കരിക്കുന്നത്. അതിന്റെ മസല സൂചിപ്പിച്ചു. അതായത് വഹുവക്കൽ മസ്ബൂഖി എന്ന് പറഞ്ഞു. മസ്ബൂഖാണെങ്കിൽ പിന്നെ ഇമാമിനോട് താബിയായിട്ട് ഇതെല്ലാം ചെയ്യാലോ, അല്ലേ? അപ്പൊ അത് ഒന്നുകൂടി പറയാ. ഒന്നിലും മുഫാറക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് താബിയാകുക എന്നാ. അതാ ഇനി പറയുന്നത് വലാത്തുൽ മുതാബഅത്തുൽ ഇമാമി ഫിൽ ഖുനൂത്തി ഫിസ്സുബ്ഹി. സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുമ്പോ ഇമാമിനോട് പിൻപറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വലാത്തുൽ മുതാബഅത്തുൽ ഇമാമി, ഇമാമിനോട് പിൻപറ്റാം. ഫിൽ ഖുനൂത്തി, ഖുനൂത്തിൽ. ആരുടെ ഖുനൂത്ത്? സുബഹി. ആ സുബഹി ഇമാമിന്റെ സുബഹി. അപ്പോ മഅ്മൂമ് ളുഹ്റാ നിസ്കരിക്കുന്നാലും ഖുനൂത്ത് ഓതാ. പിന്നെ വൽ ജുലൂസി, ജുലൂസിലും എന്ന പോലെ ഇമാമിനെ പിന്തുടരാം. അത് ഖുനൂത്തിന്റെ മേലെ എത്തുക. ഏത് ജുലൂസ്? അല്ല അഖീരി, അവസാനത്തെ ഇരുത്തം. തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഫിൽ മഗ്രിബി, മഗ്രിബിലെ അവസാനത്തെ ഇരുത്തം. അതിലും ഇമാമിനെ പിൻപറ്റാം. ആരെ പോലെ? കൽ മസ്ബൂഖി, മസ്ബൂഖിനെ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ബൽ ഹിയ അഫ്ളലു മിൻ ഫിറാഖിഹി. ഈ മുതാബഅത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തില്ല, ഖറാഅത്തും കാര്യങ്ങളും അല്ലെ ബുത്തുലാനും ഒന്നും വരാനില്ല എന്ന് മാത്രമല്ല, മുതാബഅത്താണ് അഫ്ളല് എന്ന് പറഞ്ഞു ഫിറാഖിനേക്കാൾ. ഫിറാഖ് പറ്റുമെന്ന് ശേഷം പറയുന്നുണ്ട്. വലഹു ഫിറാഖുഹു ഇദസ്തഖല ബിഹിമാ എന്ന് ശേഷം അതിന് പറയുന്നുണ്ട്. അപ്പൊ ആ ഫിറാഖും ഈ മുതാബഅത്തും, അപ്പൊ ഇമാമിനെ മുഫാറഖ് ചെയ്യുക, മുതാബഅത്ത് ചെയ്യുക. അഫ്ളല് മുതാബഅത്ത് ചെയ്യലാണ്. ബൽ ഹിയ അഫ്ളലു മിൻ ഫിറാഖിഹി, ഇമാമിനെ വിട്ടുപിരിയുന്നതിനേക്കാൾ നല്ലത് ഈ മുതാബഅത്താണ്. വൽ ലസിമ അലൈഹ തത്വീലു ഇഅ്തിദാലിഹി ബിൽ ഖുനൂത്തി, ആ മുതാബഅത്തിന്റെ മേൽ ലാസിമാകുമെങ്കിലും വാവ് ഹാലിയാണ്. മുതാബഅത്തിന്റെ മേൽ ലാസിമാണ് എന്നുള്ളത്
ലാസിമാകാത്ത രൂപമല്ലല്ലോ, ലാസിമാകൽ മാത്രമേ ഉള്ളൂ. എന്ത് ലാസിമാവും? എഴുത്തിദാലിഹി, ആ മൗമൂമിന്റെ എഴുത്തിദാലിന് നീട്ടൽ വരും. ബിൽ കുനൂത്തി, കുനൂത്ത് കൊണ്ട് നീട്ടൽ വരും. എന്നപോലെ ജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിനെയും നീട്ടൽ വരും. എഴുത്തിദാലിന്റെ മേലെ തത്വീലു ജൽസത്തിൽ ഇസ്തിറാഹത്തി നബി തശഹുദി. അപ്പൊ അയാള് എന്താണ്, നിസ്കരിക്കുന്ന ആള് മൂന്നാമത്തെ റക്അത്തിൽ ഇരിക്കുമ്പോ അത് ഇസ്തിറാഹത്തിന്റെ ഇരുത്തല്ലേ. അപ്പൊ അവിടെ അത്തഹിയാത്ത് ഓതുമ്പോ ആ ജൽസത്തുൽ ഇസ്തിറാഹത്താണ് നീളുക. ഇങ്ങനെ എന്താണ്, തശഹുദ് കൊണ്ടിട്ട് ജൽസത്തുൽ ഇസ്തിറാഹത്തും എന്ന പോലെ കുനൂത്ത് കൊണ്ട് ഇത്തിദാല് നീളല് വരും. എന്നാലും മുത്താബഅത്തിനേക്കാൾ അഫ്ളൽ അല്ല, എന്താണ്, ഫിറാഖിനേക്കാൾ അഫ്ളൽ മുത്താബഅത്താണ്. പിന്നെ ലിഅന്നഹു ലിഅജ്ലിൽ മുത്താബഅത്തി, കാരണം ആ തത്വീല് മുത്താബഅത്തിന് വേണ്ടിയാണ്. വഹുവ ലാ യളുറു, ആ തത്വീല് മുത്താബഅത്തിന് വേണ്ടി ളറാക്കൂല. അപ്പൊ ഈ വൈൻ ലസിമ അലൈഹ എന്ന് പറഞ്ഞത് ബൽഹിയ അഫ്ളലു എന്നുള്ളതിന്റെ മേല് അയിനു കായത്ത, അതേപോലെ ജുലു എന്ത് ലാ തളുറു മുത്താബഅത്തുൽ ഇമാമി അയിനു കായത്താന്നാ മനസ്സിലാകുന്നത്. ഞാൻ ഇവിടെ വഹുവ ലാ യളുറു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ വലാ തളുറു മുത്താബഅത്തുൽ ഇമാമി ഫിൽ ഖുനൂത്തി വൽ ജുലൂസിൽ അഖീരി ഫിൽ മഗ്രിബി വൈൻ ലസിമ അലൈഹ അയിനു കായത്ത. പിന്നെ എന്റെ ഇടയ്ക്ക് അഫ്ളല് പറഞ്ഞതാണ്. വഹുവ ലാ യളുറു, ആ തത്വീല് മുത്താബഅത്തിന് വേണ്ടിയുള്ളത് ലററല്ല, കുഴപ്പമില്ല. വൈഷ്കിലു അലൈ, അതായത് മസ്ബൂക്കിന്റെ അവിടെ അങ്ങനെ വരുമല്ലോ എന്ന പോലെ. വൈഷ്കിലു അലൈഹി മാമർ റഫി സലാത്തി തസ്ബീഹി, സലാത്തു തസ്ബീഹിൽ പറഞ്ഞു വന്ന് ഈ പറഞ്ഞതിന്റെ മേല് മുഷ്കിലാവും. അതായത് തസ്ബീഹ് നിസ്കാരത്തിന്റെ പിന്നിൽ തുടർന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണം? പിന്നെ സുജൂദില് അല്ലെങ്കിൽ എന്താണ് ആണ് പ്രതീക്ഷിക്കേണ്ടത്, എഴുത്തിദാലില് പ്രതീക്ഷിക്കരുത്. എന്ന പോലെ എന്താണ്, എഴുത്തിദാലിലും എന്ന പോലെ രണ്ട് സുജൂദിന്റെ ഇടയിലിരുത്തത്തിലും എന്താണ് പ്രതീക്ഷിക്കരുത്. എന്ന പോലെ പിന്നെ ജൽസത്തുൽ ഇസ്തിറാഹത്തിലും പ്രതീക്ഷിക്കരുത്. എവിടെയാണ് പ്രതീക്ഷിക്കേണ്ടത്? സുജൂദിലാണ് അല്ലെങ്കിൽ ഖിയാമിലാണ് പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ മുത്താബഅത്തിന് വേണ്ടി എന്താണ് നീണ്ടോട്ടെ എന്ന് വെക്കുന്നില്ലല്ലോ. അപ്പൊ അതെന്താ, വൈഷ്കിലു അലൈഹി മാമറ ഫി സലാത്തി തഷ്ബീഹി അല്ലാഹിറു, മാമറ ലാഹിറാണ് ഫി വുജൂബിഹി, ആ മാമറ വാജിബാണ് എന്നതിൽ ലാഹിറാണ്. അല്ലാഹിരി ഫി വുജൂബിഹി, ആ ഹീന്റെ ലമീർ ആ മാമറയിലേക്കാ. ആ മാമറ വാജിബാണ് എന്നത് ലാഹിറാണ്. അങ്ങനത്തെ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആ മാറായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട് സലാത്ത് തസ്ബീഹില്. അപ്പോ ഇത്തിദാല് നീളുന്നത് കൊണ്ട് ഇത്തിദാലില് പ്രതീക്ഷിക്കരുത്. ജൽസത്തുൽ ഇസ്തിറാഹത്ത് നീളുന്നത് കൊണ്ട് അവിടെ പ്രതീക്ഷിക്കരുത്. രണ്ട് സുജൂദിന്റെ ഇടയിലിരുത്തം നീളുന്നതുകൊണ്ട് അവിടെ പ്രതീക്ഷിക്കരുത്. പിന്നെ സുജൂദിലോ ഖിയാമിലോ ആണ് പ്രതീക്ഷിക്കണം. അത് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താകണം, പിന്നെ മുത്താബഅത്ത് പറ്റൂല എന്നല്ലേ വരിക. ഖുനൂത്തിലും എന്ന പോലെ ഈ മഗ്രിബിന്റെ അവസാനത്തെ ഇരുത്തത്തിലും പറ്റാതെ എന്താക്കണം, ഇയാള് അങ്ങ് സുജൂദ് പോണം, അല്ലെങ്കിൽ അടുത്ത ഖിയാമിലേക്ക് എഴുന്നേക്കണം, നാലാമത്തെ റക്അത്തിലേക്ക് എന്നല്ലേ വരിക. മുത്താബഅത്ത് പറ്റൂല. അപ്പൊ എന്താകണം, മുഫാറഖത്ത് ചെയ്യണം എന്ന് വരും. മുഫാറഖത്ത് വാജിബ, ഇവിടെ മുഫാറഖത്താ വരിക, ഇവിടെ ഇന്തിലാറല്ലല്ലോ ഉണ്ടാകുക. മുഫാറഖത്ത് വാജിബാന്ന് വരും. ഇല്ലാ അൻ യുഫ്റഖ, ആ തസ്ബീഹ് നിസ്കാരവും എന്ന പോലെ ഇതും തമ്മിൽ ഫർക്ക് പറഞ്ഞാൽ ഒഴിച്ച് ഇഷ്കാലാകും. അപ്പൊ ഇഷ്കാലിന് മറുപടിയാണ് ഇല്ലാ അൻ യുഫ്റഖ ബിഅന്ന ഹൈഅത്ത തിൽക ഗൈറു മഹ്ഊദത്തിൻ, അതിന്റെ ഏത് സലാത്ത് തസ്ബീഹിന്റെ ഹൈഅത്ത് ഉണ്ടല്ലോ, അത് അറിയപ്പെട്ടതല്ല. അത് നിസ്കാരങ്ങളുടെ കൂട്ടത്തില് മഹൂദത്തായ ഒരു ഹൈഅത്തല്ല, അതൊരു ഖാസായ പ്രത്യേകമായ എന്താണ് ഹൈഅത്ത് രൂപമാണല്ലോ. വമിൻ സമ്മ ഖീല ബിഅദമി മശ്റൂഇയ്യത്തിഹാ ബിഖിലാഫി മാ ഹുനാ, അതുകൊണ്ട് തന്നെ എന്താണ് പറയപ്പെട്ടിട്ടുണ്ട്, ഖീല ബിഅദമി മശ്റൂഇയ്യത്തിഹാ, അത് മഹൂദത്തല്ലാത്തത് കൊണ്ട്, പിന്നെ അത് മശ്റൂ അല്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വമിൻ സമ്മ ഖീല ബിഅദമി മശ്റൂഇയ്യത്തിഹാ, ഏത് ആ സലാത്തു തസ്ബീഹ്, സലാത്ത് തസ്ബീഹ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അയിമത്തിന്റെ ഇടയിൽ ഖിലാഫ് ഉണ്ടല്ലോ, അങ്ങനെ സുന്നത്തുണ്ടോ ഇല്ലേന്ന്. നമ്മളെ മദ്ഹബനുസരിച്ച് സുന്നത്തുണ്ട്, വലിയ മഹത്വമുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞല്ലോ. പിന്നെ പിന്നെ ബിഖിലാഫി മാഹുന, ഇവിടെ പറഞ്ഞതിനെതിരായിട്ട്, ഇവിടെ എന്ന് പറഞ്ഞത് എന്താണ്, കുനൂത്തും എന്ന പോലെ പിന്നെ ജൽസത്തുൽ ഇസ്റ അൽ ആഖിറത്തും അല്ലേ മഗ്രിബിന്റെ, അത് മഹൂദത്തല്ലേ. പിന്നെ
അറിയപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. വൈറു മഅഹൂദത്തിൻ ബിഖിലാഫി മാഹുന എന്ന. ഇനി വലഹു ഫിറാഖുഹു, മുത്താബഅത്തുൽ അററില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ മൗമൂമിന് ജായിസാണ് ഫിറാഖുഹു, ആ ഇമാമിനെ വിട്ടുപിരിയാം. ഇദസ്തഖല, ഇമാമ് ജോലിയായാൽ ഏർപ്പെട്ടാൽ, ബിഹിമ എന്തുമായി ഏർപ്പെട്ടു, ആ കുനൂത്ത് അല്ലെങ്കിൽ മഗ്‌രിബിന്റെ അവസാനത്തെ ഇരുത്തം, ആ ഇരിക്കുമ്പോ എന്ത് ചെയ്യാം, മുഫാറഖ് ചെയ്തിട്ട് അങ്ങ് പോവുക. അല്ലെങ്കിൽ കുനൂത്ത് ഓതാതെ കുനൂത്ത് ഓതുമ്പോ, ഇമാമ് സുബഹിയിൽ കുനൂത്ത് ഓതുമ്പോ എന്താക്കുക, ഇയാളെ മുഫാറഖ് ചെയ്തിട്ട് അങ്ങ് സുജൂദിലേക്ക് പോവുക, അതും പറ്റും. ഓഹോ ഫിറാഖും ബിഉദ്രിൻ, അങ്ങനെ മുഫാറഖ് ചെയ്യുമ്പോ ജമാഅത്തിന്റെ കൂലി പോവുക, അതില്ല. എഴുതറോടുകൂടെ മുഫാറഖ് ചെയ്താൽ ജമാഅത്തിന്റെ കൂലി പോകില്ല. അതാ ഓഹോ ഫിറാഖും ബിഉദ്രിൻ, ഈ പറയുന്ന ഫിറാഖ് എഴുതറോടുകൂടെയുള്ള ഫിറാഖാണ്. ഫലാ യഫൂത്തു ബി ഫളീലത്തുൽ ജമാഅത്തി, അപ്പൊ ആ ഫിറാഖ് കൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല. കമാ ഖാലഹു ജമ്മു മുതഅഖിറൂന, മുതഅഖിരീങ്ങളായ ജമ്മു പറഞ്ഞിട്ടുണ്ട്. അജ്റഉ ദാലിക ഫി കുല്ലി മുഫാറഖത്തിൻ, എന്നിട്ട് ആ മുതഅഖിരീങ്ങളായ ജമ്മ് ഈ പറഞ്ഞതിനെ നടത്തിയിട്ടുണ്ട്. അതായത് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല എന്നതിന് ഫി കുല്ലി മുഫാറഖത്തിൻ ഖുയ്യിറ ബൈനഹാ വ ബൈനൽ ഇന്തിളാരി, ആ മുഫാറഖത്തിന്റെയും എന്ന പോലെ ഇന്തിളാറിന്റെയും ഇടയിൽ ഈ മൗമൂമിന് ഖിയാറുണ്ട്, ഖിയാർ നൽകപ്പെട്ടു. ഇഷ്ടം പോലെ ചെയ്യാം, ഒന്നീ മുഫാറഖ് ചെയ്യാൻ, അല്ലെ ഇന്തിളാർ ചെയ്യാം. ഇങ്ങനത്തെ എല്ലാ രൂപത്തിലും എന്ത് തന്നെയാണ്, എഴുതറോടുകൂടെയുള്ള മുഫാറഖത്താണ്. അങ്ങനെ ചെയ്താൽ അപ്പോ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു. വതജൂസു സുബഹ്, ഇനി വേറെ സുബഹി എന്താണ് ചെയ്യാം, ഖൽഫൽ ളുഹ്രി, ളുഹറിന്റെ പിന്നിൽ ഫിൽ അദ്ഹരി. ഇത് തിരിച്ചാ. നേരത്തെ ളുഹർ എന്താണ് സുബഹി നിസ്കരിക്കുന്ന ഇമാമിനെ തുറന്ന് നിസ്കരിക്കുന്ന പറഞ്ഞു. ഇതാണെങ്കിലോ സുബഹി നിസ്കരിക്കുന്ന മഅ്മൂമ, ലോഹറിന്റെ പിന്നിൽ പറ്റും ഫിൽ അദ്ഹരി. കാക്സിഹി, അതിന്റെ അക്സ് പറ്റും പോലെ, അക്സ് പറ്റും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ കാക്സിഹി എന്നുള്ള ദലീല, ഖിയാസ, കാഫ് ഖിയാസിയ. വകദാ കുല്ലു സലാത്തിൻ, ഇങ്ങനെ തന്നെ എല്ലാ നിസ്കാരവും. അഖ്സറു കുല്ലു സലാത്തിൻ അഖ്സരി മിൻ സലാത്തിൽ ഇമാമി, ഇമാമിന്റെ നിസ്കാരത്തിനേക്കാൾ ചെറുതായ എല്ലാ നിസ്കാരവും പറ്റും. ഇവിടെ അങ്ങനെയാണല്ലോ, ലോഹർ ആണ് ഇമാം നിസ്കരിക്കുന്നത്, സുബഹി മാമൂം നിസ്കരിക്കുക, ചെറുതാണല്ലോ. പിന്നെ കാരണം എന്തായാലും പറ്റുന്നുള്ളതിന് ലിത്തിഫാക്ക് നെളുമി സ്വലാത്തേന്, രണ്ട് നിസ്കാരത്തിന് നെളുമൊന്നാണല്ലോ. കുറച്ച് കൂടുതലുണ്ട് കുറവുണ്ട് എന്നുള്ള വ്യത്യാസമല്ലേ ഉള്ളൂ. അത് ചിലപ്പോൾ വരുമല്ലോ. പിന്നെ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഇമാം എന്ത് ചെയ്തു, നാലാമത്തെ റക്അത്തിലേക്ക് നാലാമത്താണോ മൂന്നാമത്താണോ എന്ന് സംശയം വന്നാൽ അയാൾ നാലാമത്തെ എഴുന്നേക്കും. പിന്നെ അല്ലെ മഅ്മൂമിന് ഉറപ്പാണ് ഇത് നാലാന്ന്, അയാൾ എഴുന്നേക്കാനും പാടില്ല, അവിടെ ഇരിക്കാലോ, അല്ലെ മുഫാറഖ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരും. നെളുമ് എന്താണ്, ഒത്താല് പറ്റും. ഫൈദാ ഖാമൽ ഇമാമു, അപ്പൊ ഇമാം എഴുന്നേറ്റാല് ലിസാലിസത്തി, മൂന്നാമത്തേലേക്ക് എഴുന്നേക്കുമ്പോ, ഇമാമു ലോറല്ലേ നിസ്കരിക്കുക. അപ്പൊ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കുമ്പോ എന്താ ചെയ്യാ, ഇൻഷാ ഫാറഖഹു, ആ മഅ്മൂമ് ഉദ്ദേശിച്ചാൽ ഫാറഖഹു, ആ ഇമാം മഅ്മൂമ് വിട്ടുപിരിയണം, ഹു ആ ഇമാമിനെ വിട്ടുപിരിയണം. പിന്നെ നിയ്യത്താക്കിയിട്ട് മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്ത് വിട്ടുപിരിയ. എന്നിട്ട് വസല്ലമ, സലാം വിട്ടുകയും ചെയ്യാം. തയ്യാത്തൊക്കെ ഓതിയിട്ട് സലാം വിട്ടുക എന്നർത്ഥം. ലിഅന്ന സലാത്തഹു ഖത്തമ്മത്ത്, കാരണം എന്താ മുഫാറഖത്ത് നിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞത്, എന്നിട്ട് സലാം വിട്ടുക എന്ന് പറഞ്ഞത്. കാരണം ആ മഅ്മൂമിന്റെ നിസ്കാരം പൂർത്തിയല്ലേ, രണ്ടരക്കാലത്തുള്ളത് പൂർത്തിയായി. ഓ ഫിറാഖും ബിഉദ്രിൻ, ഇതും ഉദ്രിന്റെ ഫിറാഖാണ്, അപ്പോ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല. വഇൻഷാ ഇൻതളറഹു, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് ഇമാമിനെ പ്രതീക്ഷിക്കാം. എന്തിന്, ലിയുസല്ലിമ, മഅ്മൂമിന് സലാം കിട്ടാൻ വേണ്ടി, മഅഹു ഇമാമിന്റെ കൂടെ സലാം കിട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കാം. എന്ന് രണ്ടും ചെയ്യാന്ന് പറഞ്ഞു. ഇൻഷാ എന്ന് പറഞ്ഞ് അതിലേതാ അഫ്ലല്, ഖുൽതു, ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് ഇന്തിലാറുഹു അഫ്ലലു. അപ്പൊ അവിടെ ഇന്തിലാറാണ് അഫ്ലൽ. എന്തിന്, ലിയുസല്ലിമ മഅഹു, ആ ഇമാമിന്റെ കൂടെ സലാം കിട്ടാൻ വേണ്ടി ഇന്തിലാറാണ് അഫ്ലല്. വല്ലാഹു അഅലം. എന്തിനാ അതിൽ സലാമുഹു മഅൽ ജമാഅത്തി, അപ്പൊ അയാളെ സലാം ജമാഅത്തോടു കൂടെ സംഭവിക്കുമല്ലോ. മറ്റേത് സലാം വിട്ടാലും ഒറ്റക്കായി പോവും, അല്ലെ. പിന്നെ സലാം വിട്ടല് മാത്രല്ല, പിന്നെ തഹിയാത്തും എന്താണ് അതിന്റെ ശേഷമല്ലേ വരിക, തഹിയാത്തും സലാത്തും ദുആയും എല്ലാം അതിന്റെ ശേഷമല്ലേ വരിക, സലാം വിട്ടിയാല്, അല്ല മുഫാറഖത്തിന്റെ നിയ്യത്ത് ചെയ്താല്. അപ്പൊ സലാം അടക്കം എന്നർത്ഥം. ലിയുസല്ലിമ മഅഹു, പിന്നെ ലിയഖഅ സലാമുഹു, സലാം മാത്രല്ല അവരെ ഉള്ളത് ജമാഅത്തോടു കൂടെ സംഭവിക്കാൻ എന്ത് ചെയ്യുക. അപ്പൊ ഇന്തിലാർ ചെയ്യുമ്പോ എന്ത് ചെയ്യണം, തഹിയാത്ത് ഓതാൻ പറ്റുമോ? അതല്ല ഇമാം എന്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കണല്ലോ ഇമാമിന്. ആ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് അവസാനം എന്താ, ഇമാം അത്തഹിയാത്തിൽ ഇരിക്കുമ്പോഴാണോ എന്ത് ഈ മഅ്മൂം അത്തഹിയാത്ത് ഓതേണ്ടത്?
അത് അത്തഹിയാത്ത് ഇമാമിനേക്കാൾ മുന്താതിരിക്കാൻ വേണ്ടിയിട്ട് ആ തഹിയാത്തിന് ഇമാമിന്റെ അത്തഹിയാത്തിന്റെ ശേഷമാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 2 റക്അത്ത് അവിടെ ഇരിക്കുക, അല്ല ഇമാം 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം വരെ ഇയാൾ അവിടെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ദിക്റോ ദുആയൊക്കെ ചൊല്ലി ഇരിക്കാലോ. എന്നിട്ട് ഇമാം എന്താണ് അവസാനത്തെ അത്തഹിയാത്തിൽ എത്തി അവിടെ ഇരിക്കുമ്പോൾ ഇയാൾ അത്തഹിയാത്ത് ഓതുക. അപ്പോൾ ഇമാം അത്തഹിയാത്ത് ഓതും, സലാമും എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി എന്ത് ചെയ്യുക? ജമാഅത്തോടുകൂടെ ഇമാമും സലാം വിട്ട്. ഇങ്ങനെയാണോ വേണ്ടത്? അവിടെ ഖിലാഫുണ്ട്. അതാണ് പറയുന്നത്. ഇന്ദൽ ഇന്തിലാറി യതശഹദു കണ്ടോ? ആ ഇന്തിലാറിന്റെ സമയത്ത് ആർക്ക് അത്തഹിയാത്ത് ഓതാം? തശഹുദ് ഓതാം. ഈ മഅ്മൂമിന് തശഹുദ് ഓതാം. കമാ ഖാലഹുൽ ഇമാമു ഇമാമുൽ ഹറമൈന് പറഞ്ഞ പോലെ. സുമ്മ യുത്തീലു ദുആ, പിന്നെന്ത് ചെയ്യാം? ദുആയിനെ നീട്ടുക. അലൽ ഔജഹി. അത്തഹിയാത്ത് കഴിഞ്ഞാൽ പിന്നെ സലാത്തും കഴിഞ്ഞാൽ പിന്നെ കുറെ സമയം ഉണ്ടാവുമല്ലോ. മറ്റേ ആൾ 2 റക്അത്ത് നിസ്കരിച്ച് വരണ്ടേ? എന്നിട്ട് പിന്നെ അയാളോ തഹിയാത്തും സലാത്തും സലാമും എല്ലാം ദുആയും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അത്രയും സമയം ദുആയ് നീട്ടുക, കുറെ ദുആർക്കാലോ. അലൽ ഔജഹി. ഇങ്ങനെ ചെയ്യാം. ഔജഹ് അനുസരിച്ച് മിൻ തറദ്ദുദിൻ ഫീഹി ലിൽ അദ്റഈ, ഇമാം അദ്റഈ റളിയല്ലാഹു അൻഹുവിനുണ്ടായ ആ തറദ്ദുദിൽ നിന്ന് ഔജഹ് അനുസരിച്ച്. പിന്നെ അപ്പോ ഇങ്ങനെയാണോ വേണ്ടത്? അല്ല നേരത്തെ പറഞ്ഞ പോലെ അവിടെ പ്രതീക്ഷിച്ചിരുന്നിട്ട് ഇമാമ് വന്നതിന് ശേഷം തശഹുദ് ഓതുകയാണോ വേണ്ടത് എന്നാണ് തറദ്ദുദായത്. അപ്പൊ ഇങ്ങനെയെന്ന് പറഞ്ഞു. ഈ ഔജഹ് പറയുമ്പോ അവിടെ ഒരു ഇഷ്കാല് ഫൈൻകുൽത്ത. അപ്പൊ നീ പറഞ്ഞാല് തശഹുദുഹു ഖബ്ലഹു, ഈ മഅ്മൂം തശഹുദ് ഓതുക. ഖബ്ലഹു എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ മുമ്പാണല്ലോ ഇപ്പൊ തശഹുദ് വരിക. ഇന്തിലാറിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇമാം ഇപ്പൊ 2 റക്അത്ത് നിസ്കരിച്ചോണ്ടിരിക്കല്ലേ. യുനാഫീഹി, അതിനോട് എതിരാണല്ലോ മായത്തി ശേഷം വരുന്ന ഒന്ന്. ഇമാമിന്റെ മുമ്പ് തന്നെ ഇവിടെ തശഹുദ് ഓതാം എന്ന് പറയുമ്പോൾ അതിനെതിരാണല്ലോ ശേഷം വരുന്ന ഒന്ന്. എന്താ ഒന്ന്? അന്നഫി തഖദ്ദുമിഹി അലൈഹി ബിറുക്നിൻ ഖൗലിയിൻ, ഈ മഅ്മൂമ് മുന്തുക, അലൈഹി ഇമാമിനേക്കാൾ മുന്തുക, ബിറുക്നിൻ ഖൗലിയിൻ ഖൗലിയായൊരു റുക്ന് കൊണ്ട് മുന്തുക എന്നതിലുണ്ട്. ഖൗലം ബിഅദമിൽ ഇഅ്തിദാദി ബിഹി, അത് പരിഗണിക്കപ്പെടുന്നതല്ല എന്നൊരു ഖൗലുണ്ട്. നിസ്കാരം ബാത്തിലാകൊന്നുമില്ല, അത് മുഅ്തദ് ബിഹി അല്ല എന്നൊരു ഖൗലുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന തശഹുദ് മുഅ്തദ് ബിഹി ആവൂലല്ലോ ഈ ഖൗലനുസരിച്ച്. അപ്പൊ ഇമാമ് എന്താണ് തശഹുദിലേക്ക് എത്തിയതിന് ശേഷം ഇമാമിനേക്കാൾ തശഹുദ് കൊണ്ട് മുന്താത്ത രീതിയിൽ തശഹുദ് നിർവഹിക്കല്ലേ വേണ്ടത് എന്നാ ഖുൽതു. അപ്പൊ ഇതെതിരാകുമെന്ന് പറഞ്ഞാൽ അതിന് മറുപടി അല്ലാഹിറു അന്ന മഹല്ല ദാലിക, അതിന്റെ മഹല്ലേത്? ഒരു കൗലുണ്ട് എന്ന് പറഞ്ഞാൽ കൗലിന്റെ മഹല്ല് എന്താണ്? എവിടെ? ഫി മുത്താബിൻ ലിൽ ഇമാമി, ഇമാമിനോട് മുത്താബിയാകുന്ന ആളിലാ. ഇവിടെ ആണെങ്കിലോ ഇയാള് ഇമാമിനെ മുന്തലിറാണ്, മുത്താബി അല്ല. ഇമാമിനെ തുടർന്നുകൊണ്ടിരിക്കല്ലേ, ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കല്ലേ. ആ കൗല് മുത്താബിയിലാണ്. ലി അന്നഹുല്ലദി തൽഹറു ഫീഹിൽ മുഖാലഫത്തു, അതായത് ഈ ഒരു കൗലിയായ റുക്കിന് കൊണ്ട് മുന്തുമ്പോൾ അത് മുഅ്തദ് ബിഹി അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ മുഖാലഫത്ത് വരും എന്നുള്ളതാണ്, ഇമാമുമായുള്ള മുഖാലഫത്ത് വരിക എന്നുള്ളതാണ്. അപ്പൊ ആ മുത്താബി തുടർന്നുകൊണ്ടിരിക്കുന്ന ആള് എന്താണ്? മുൻകടക്കുമ്പോഴാണ് മുഖാലഫത്ത് ലാഹിറാകുക, പ്രകടമാകുക. മുന്തദിറിലെ പ്രകടമാകൂല. മുന്തദിറിൽ ഏതായാലും തഖല്ലുഫ് ഉണ്ടായിട്ടല്ലേ ഉള്ളത്. അമ്മാ മുത്തഖല്ലിഫുൻ അൻഹു ഖസ്ദൻ, അപ്പോ ആ ഇമാമിനെ തൊട്ട് ബോധപൂർവം പിന്തിയാള്. ബോധപൂർവം പിന്തിയാള് എന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് എന്താണ്? ഇമാമിന്റെ കൂടെ പോകാൻ പറ്റുമല്ലോ, സുബഹിസ്കാരല്ലേ, 2 റക്അത്ത് കഴിഞ്ഞല്ലോ. പിന്നെ അവിടെ ബോധപൂർവ്വം അവിടെ ഇന്തിലാർ ചെയ്യണം. അപ്പൊ ഇമാമിനെ തൊട്ട് പിന്തിയിട്ടാണുള്ളത്. ഫലാ യതഅത്ത ഫീഹി ദാലിക്കൽ ഖൗലു, ആ മുന്തളിറുൻ എന്താണ്? ഈ മുത്തഖല്ലിഫുൻ ഖസ്ദൻ, ഇമാമിനെ തൊട്ട് ബോധപൂർവം എന്താണ് പിന്തിയ ആള്, അയാളുടെ ഖൗല് വരൂല. കാരണം എന്താ? ഇതിലാ മുഖാലഫത്ത് ഹീനഇദിൻ, അതില് എന്താണ്? മുഖാലഫത്തില്ലല്ലോ ഹീനഇദിൻ. അങ്ങനെ ബോധപൂർവം ഖസ്ദൻ മുത്തഖല്ലിഫ് ആവുമ്പോ മുഖാലഫത്ത് വരൂല. അതെ, അതങ്ങനെ തന്നെ. 2 റക്അത്ത് കൊണ്ട് എന്താണ്? പിന്നെ ഇയാള് മുൻകടന്നിട്ടല്ലേ ഉള്ളത്, ഇമാമിന്റെ കൂടെ 2 റക്അത്തില് പിന്തുടരുന്നില്ലല്ലോ. ഇനി വഖറജ ബി ഫർളിഹിൽ കലാമ ഫി സുബ്ഹി, അപ്പോ സുബ്ഹിയില് എന്നാണ് എന്താക്കിയത്? ഇവിടെ കലാമിനെ ഫർള് ചെയ്തത് അല്ലേ? തജൂസു സുബ്ഹു ഖൽഫൽ ളുഹ്രി ഫിൽ അദ്ഹരി എന്ന് പറഞ്ഞു. ഫഇദാ ഖാമ ലിസാലിസത്തി ഇൻ ശാഅ ഫാറഖഹു വസല്ലമ വഇൻ ശാഅ ഇൻതളറഹു ലിയുസല്ലിമ മഅഹു ഖുൽതു ഇൻതിളാറുഹു അഫ്ളലു എന്ന് പറഞ്ഞപ്പോ ളുഹറിന്റെ പിന്നിൽ സുബഹി നിസ്കരിക്കുന്നതാ പറഞ്ഞത് അല്ലെ? ആ സുബഹിയിലാണ് ഇങ്ങനെ രണ്ടും ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോ ളുഹറിന്റെ പിന്നിലും മഗ്രിബ് നിസ്കരിച്ചാലോ? അതാ ഞാൻ പറയുന്നത്. ഖറജ ബി ഫർളിഹി, മുസന്നിഫ് സങ്കല്പിക്കൽ കൊണ്ടിട്ട് ഖാരിജായി. എന്തിനെ സങ്കല്പിച്ചു? അൽ കലാമ, ഇക്കലാമിനെ.
ഏത് പിന്നെ അവിടെ ഇന്തിലാർ ചെയ്യുന്നതും എന്ന പോലെ മുഫാറക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞ് രണ്ടും സുബഹിയിൽ എന്താണ് ഇമാമ് ലോഹർ നിസ്കരിക്കുക, മഅ്മൂമ് സുബഹി നിസ്കരിക്കുക, അവിടെയാണ്. അതുകൊണ്ട് ഖാരിജായാൽ മഗ്രിബ് ഖാരിജായ ഖൽഫൽ ളുഹ്രി, ളുഹറിന്റെ പിന്നിൽ മഗ്രിബ് നിസ്കരിക്കുന്ന രൂപം ഖാരിജായ. അങ്ങനെ നിസ്കരിക്കൽ സഹിയാണ്. പക്ഷെ അവിടെ അങ്ങനെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം? മുഫാറക്കത്ത് ചെയ്യണം. അവിടെ ഇരുന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂല. അതാണ് ഫൈദാ ഖാമ ലിറാബിയത്തി. അപ്പൊ നാലാമത്തതിലേക്ക് എഴുന്നേറ്റാല്, ആ ഇമാം എഴുന്നേറ്റാല്, ഇംദന അലൽ മഅ്മൂമി, മഅ്മൂമിന്റെ മേൽ പാടില്ല ഇന്തിലാറുഹു, പിന്നെ ആ ഇമാമിനെ പ്രതീക്ഷിക്കാൻ പറ്റൂല. കാരണം അവയും ജലസലിൽ ഇസ്തിറാഹത്തി, ആ ഇമാമ് ഇസ്തിറാഹത്തിന് വേണ്ടി ഇരുന്നാലും ശരി. അതായത് ഇമാമിന്റെ മൂന്നാമത്തെ റക്അത്ത് ളുഹറിലെ മൂന്നാമത്തെ റക്അത്താണല്ലോ, അവിടെ ചിലപ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുന്നിട്ടായിരിക്കും നാലാമത്തേലേക്ക് എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഇരിക്കാതെ ആയിരിക്കും എഴുന്നേറ്റ്. രണ്ടായാലും മഅ്മൂമ് എന്ത് ചെയ്യാൻ പറ്റൂല. മഅ്മൂമിന്റെ അവസാനത്തെ എന്താണ് തഹിയ്യാത്താണല്ലോ, മഗ്രിബ് അവസാനമാണ്. അപ്പൊ അവിടെ അങ്ങനെ തഹിയ്യാത്തും ദുആയും ഒക്കെ ഓതി നീട്ടിയിട്ട് ഇമാമിന് ഒരു റക്അത്തും കൂടി നിസ്കരിച്ച് വരട്ടെ എന്ന നിലക്ക് ഇന്തിലാർ ചെയ്യാൻ പറ്റുമോ? അത് പാടില്ല എന്നാ. അപ്പൊ സുബഹിയിലേ അത് പറ്റുള്ളൂ. ഇവിടെ മുബാറക് നിർബന്ധമാണെന്നാ. കമാ യുസർറു ബിഹി കലാമു ശൈഖൈനി വഗൈരിഹിമാ, ആ ഇസ്തിറാഹത്തിന് വേണ്ടി ഇരുന്നാലും എന്ന ഗായത്തുണ്ടല്ലോ, അതിനാണ് എന്ത് ശൈഖൈന്റെയും ഗൈറിന്റെയും കലാമു സരിയാക്കുന്നു എന്ന് തെളിവ് പറഞ്ഞത്. ഖിലാഫൻ ലിമൻ ജവ്വസഹു, ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ എന്താണ് ഇതാ ജലസലിൽ ഇസ്തിറാഹത്തി, ഒരു ഇമാം ഒരാളിനെതിരായിട്ട് ജവ്വസഹു ആ ഇന്തിലാറിനെ ജായിസാക്കി. അതിനെതിരിൽ ആര് സരിയാക്കി? ശൈഖൈനിയും എന്ന പോലെ ഗൈറും സരിയാക്കിയതനുസരിച്ചാണ് വൈൻ ജലസലിൽ ഇസ്തിറാഹത്തി എന്ന് പറഞ്ഞത്. പിന്നെ ഖിലാഫൻ ലിമൻ ജവ്വസഹു, ആ ഇന്തിലാറിനെ ജായിസാക്കിയ ഒരുത്തർക്കെതിരായിട്ട്. എപ്പോ ജായിസാക്കി? ഇതാ ജലസലിൽ ഇസ്തിറാഹത്തി, ഇമാം ഇസ്തിറാഹത്തിന് വേണ്ടി ഇരുന്നാലോ പറ്റുമെന്ന് പറഞ്ഞവരുണ്ട്, അതിനെതിരായിട്ട്. പിന്നെ കമാ ബയ്യൻതുഹു ഫി ശറഹിൽ ഉബാബി, ശറഹുൽ ഉബാബിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പറ്റൂലെന്ന്, മറ്റേത് പിന്നെ ഇസ്തിറാഹത്തിന് വേണ്ടി ഇരുന്നാലും പറ്റൂല എന്നുള്ളത് അത് ജായിസാക്കിയത് ശരിയല്ല എന്നൊക്കെ ഞാൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വദാലിക്ക അവിടെ പിന്നെ ഇംദന അലൽ മഅ്മൂമി ഇന്തിലാറുഹു എന്ന് പറഞ്ഞില്ല, അതിന് തെളിവ് പറയുന്നത്. നാലാമത്തേലേക്ക് ഇമാം എഴുന്നേറ്റാൽ മഅ്മൂമ് ആ മൂന്നാമത്തെ റക്അത്തിന്റെ അവസാനത്തിൽ എന്താണ് ഇന്തിലാർ ചെയ്യരുത് എന്ന് പറഞ്ഞതിന് തെളിവ്. വദാലിക്ക അങ്ങനെ എന്താണ് ഇന്തിലാർ പാടില്ല എന്നുള്ളതിൽ അന്നഹു, കാരണം ഈ മഅ്മൂമ് യുഹദിസു ബിഹി, ആ ഇന്തിലാർ കൊണ്ട് ഉണ്ടാക്കും, ജുലൂസൻ ഒരു ജുലൂസിനെ ഉണ്ടാക്കും, തശഹുദിൻ ഒരു തശഹുദോടുകൂടെ, ലം യഫഅൽഹുൽ ഇമാമു ഇമാം ചെയ്തിട്ടില്ലാത്ത ഒരു ജുലൂസിനെ ആ ഒരു തശഹുദും ഇതുണ്ടാക്കലായി പോകും. അപ്പോ ഫയഫുഹു തഖല്ലുഫു ഹീനൈദിൻ, അപ്പൊ എന്തായി തഖല്ലുഫ് ഫാഹിഷാകും. ഹൈനൈദിൻ ഇങ്ങനെ രണ്ട് കാര്യം ചെയ്യുമ്പോൾ, ഒരു ഇമാമ് ചെയ്തിട്ടില്ല, ജുലൂസും ചെയ്തിട്ടില്ല, തയ്യാത്ത് ഓതിയിട്ടില്ല ഇമാമ്, അതായത് മൂന്നാമത്തെ റക്അത്തിന്റെ അവസാനം ളുഹ്റല്ലേ. അപ്പൊ അവിടെ ഇമാം ഇരുന്നിട്ടുമില്ല എന്ന തശഹുദും ഇല്ല. മഅ്മൂം ഇത് അവിടെ ചെയ്യുമ്പോഴോ ചെയ്തിട്ട് ഇന്തിലാർ ചെയ്യാണ്. അപ്പൊ മുത്താബഅത്തിലാവുമ്പോ എന്തുവരും? ഈ തഖല്ലുഫ് ഫാഹിഷാവും. തഖല്ലുഫ് ഫാഹിഷായാല് അപ്പൊ നിസ്കാരം ബാത്തിലാവും. രണ്ട് റുക്കിനുകൊണ്ട് തഖല്ലുഫ് എഴുതറില്ലാതെ ആവുമ്പോ ബാത്തിലാവുന്നല്ലേ. അതായത് ഫതബ്തുലു സലാത്തുഹിൻ അലിമ വ തഅമ്മദ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്തിറാഹത്തിന്റെ ഇരുന്നാലോ? ഇസ്തിറാഹത്തിന്റെ ഇരുന്നാല് അപ്പോ ജുലൂസ് പുതുതാക്കി ഉണ്ടാക്കുന്നില്ലല്ലോ, തശഹുദ് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇമാമ് ചെയ്യാത്തത് ഇവൻ ചെയ്യുമ്പോ തഖല്ലുഫ് ഫാഹിഷാകുമെന്നല്ല, ഇവന് ചെയ്യൽ നിർബന്ധമാണ്, അത് വേറെ വിഷയം. അപ്പൊ ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അത് പറയുന്നു. വലാ അസറ ലി ജൽസത്തിൽ ഇസ്തിറാഹത്തി ഹുന, ഇവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുന്നതിന് ഫലമില്ല എന്ന് പറഞ്ഞാല് എന്തില് തേസീറില്ലാന്ന്. പിന്നെ ഈ തഖല്ലുഫ് അതെ ഫാഹിഷാകുന്നത് ആകാതിരിക്കുക, തഖല്ലുഫ് ഫാഹിഷാകാതിരിക്കുന്നതിൽ സ്വാധീനിക്കൂല എന്നർത്ഥം. എന്നാലും എന്തെന്നെ തഖല്ലുഫ് ഫാഹിഷാകും ജൽസത്തുൽ ഇസ്തിറാഹത്ത് ഉണ്ടായാലും. എന്ന പോലെ വലാലി ജുലൂസിൽ തശഹുദി മിൻ ഗൈരി തശഹുദിൻ ഫിസ്സുബഹി ബിൽളുഹരി, ഹുനാന്ന് പറഞ്ഞ ഇവിടെ മഗ്രിബിലാണ്. വലാ അസറ ലി ജൽസത്തുൽ ഇസ്തിറാഹത്തി ഹുന മഗ്രിബില്. വലാലി ജുലൂസിഹി തശഹുദി എന്ന പോലെ ഈ ഇമാമ് ഇരിക്കുന്നതിനും അസറില്ല, തശഹുദിന് വേണ്ടി ഇരിക്കുക
മിൻ ഗൈരി തശഹുദിൻ ഫിസ്സുബഹി ബില്ലുഹരി. അതായത് നേരത്തെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, സുബഹിയ നിസ്കരിക്കുന്നത് എങ്കിൽ ഇന്തിലാറും പറ്റും എന്ന പോലെ മുഫാറക്കത്തും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കൈതുണ്ട്. ആ ലുഹറിലെ രണ്ടാമത്തെ റക്അത്തിൽ ഇമാമ് തശഹുദ് ഓതിയിരിക്കണം, ഇരുന്നിട്ട് തശഹുദ് ഓതിയിരിക്കണം. ഒരുപക്ഷെ ആ തശഹുദ് ഓതാതെ ഇമാമിന് പോകാലോ, അത് അബാൽ സുന്നത്തല്ലേ. ഇരിക്കാതെ ഇരിക്കാലോ, ഒന്ന് ഇരുന്ന് തശഹുദ് ഓതാതെ എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ ഇരുന്നിട്ട് തന്നെ ഇല്ല, തശഹുദ് ഓതിയിട്ടില്ല, ഇരുന്നിട്ടുമില്ല. അപ്പൊ അവിടെ എന്താണ്, ഈ സുബഹി നിസ്കരിക്കുന്ന മഅ്മൂമിന് ഇന്തിലാർ ചെയ്യാൻ പറ്റുമോ? അത് പറ്റൂലെന്നാ. അങ്ങനെ ഇന്തിലാർ ചെയ്താൽ ഇവിടെ പറഞ്ഞ അതേ പ്രശ്നം വരും, ഒരു ഇരുത്തവും എന്ന പോലെ തശഹുദും അധികമായി എന്ന് വരും. അപ്പൊ തഖല്ലുഹു ഫാഹിഷാകും. അതിനാ പറയുന്നത് വലാലി ജുലൂസിഹിൽ തശഹുദി, തശഹുദിന് ഇരിക്കുക എന്നതിനും സ്വാധീനമില്ല, അസറില്ല. മിൻ ഗൈരി തശഹുദിൻ, തശഹുദ് ഓതാതെ തശഹുദിനിരുന്നു. അതെവിടെ? ഫിസ്സുബഹി, സുബഹിയിൽ ബില്ലുഹരി, ലുഹറിനെ തുടർന്ന് നിസ്കരിക്കുന്ന സുബഹി നിസ്കാരത്തിൽ അങ്ങനെ ചെയ്തു. പിന്നെ അപ്പൊ അവിടെയും എന്താണ്, ഇന്തിലാർ പാടില്ല എന്നുള്ളതാണ്. ലിഅന്ന ജൽസത്തൽ ഇസ്തിറാഹത്തി, കാരണം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം തത്വീലുഹ മുബ്തിലുൻ, അതിനെ നീട്ടൽ മുബ്തിലാണ്. ഫമസ്തദാമഹു ഗൈറുമാ ഫഅലഹുൽ ഇമാമു, അപ്പൊ ഇയാള് എന്താണ്, നിലനിർത്തി എന്നല്ലോ ഉള്ളൂ, പുതിയതൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്നാണ് അവിടെ കാരണം പറയാ. ജൽസത്തുൽ ഇസ്തിറാഹത്ത് ഇമാം ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ മഅ്മൂം ഒരു പുതിയ ഇരുത്തം ഇരുന്നിട്ടില്ലല്ലോ, ഇമാം ഇരുന്ന ഒരു ഇരുത്തം നീട്ടിയിട്ടല്ലേ ഉള്ളൂ എന്നാണ് കാരണം പറയാ. അപ്പൊ അതിന് മറുപടിയാ പറഞ്ഞ ഫമസ്തദാമഹു. അപ്പോ ഈ പിന്നെ മഅ്മൂം ദായിമാക്കിയ ഒന്ന്, നിലനിർത്തിയ ഒന്ന് എന്ന് പറഞ്ഞാൽ ആ ഇരുത്തം ഗൈറുമാ ഫഅലഹുൽ ഇമാമു, ഇമാമ് ചെയ്യാത്ത ഒന്നാണ് ബികുല്ലി വജിഹിൻ, എല്ലാ നിലക്കും. അതായത് ഇയാള് നിലനിർത്തിയത് മുബത്തിലായൊരു കാര്യ, ഇമാമ് ചെയ്തതോ അത് വേറൊരു ഇരുത്താണ്. അപ്പൊ ഈ ഇരുത്തം പരിഗണിക്കൂലെന്നർത്ഥം. അപ്പോ അതുകൊണ്ട് ഫലം യൻളുറു ഫിഇലിൽ ഇമാമി, ഇവിടെ എന്താണ്, ഇമാമിന്റെ ഫെയിലിലേക്ക് ഫലം യുൻളർ ഇലാ ഫെയിലിൽ ഇമാമി, ഇമാമിന്റെ ഫെയിലിലേക്ക് നോക്കപ്പെടൂല. ഇമാം ഇരുന്നിട്ടുണ്ടല്ലോ, അപ്പൊ മഅ്മൂമ് പുതിയ ഇരുത്തല്ലല്ലോ ഇരുന്നത് എന്ന് പറയൂല, ഇമാം ഇരുന്നത് പുതിയ ഇരുത്തം തന്നെ. ഇനി അതിനും പുറമെ വലിയന്ന ജുലൂസഹു മിൻ ഗൈരി തശഹുദിൻ, തശഹുദ് ഓതാതെ ഉള്ള ഇരുത്തം, അത് രണ്ടാമത്തേലേക്ക്. നേരത്തെ പറഞ്ഞ എന്ന ജൽസത്തുൽ ഇസ്തിറാഹത്തി എന്ന് പറഞ്ഞാൽ ആ സറലി ജൽസത്തുൽ ഇസ്തിറാഹത്തി ഹുന എന്ന് പറഞ്ഞതിനാണ് പറഞ്ഞത്. ഇനി വലാലി ജുലൂസിൽ തശഹുദി മിൻ ഗൈരി തശഹുദിൻ, അതിന് കാരണം പറയുന്നു വലിയന്ന ജുലൂസഹു, ആ ഇമാം ഇരിക്കൽ മിൻ ഗൈരി തശഹുദിൻ, തശഹുദ് ഓതാതെ വെറുതെ എഴുന്നേറ്റ് പോയത് ആ ജുലൂസ് ഇല്ലാത്ത പോലെയാണ്. കാരണം എന്താ, അന്നഹു താബിയുൻ ലഹു, കാരണം ഇരുത്തം എന്ന് പറയുന്നത് താബിയുൻ ലഹു, തശഹുദിന് താബിയാണ്, ഇരുത്തം തശഹുദിന് താബിയാണ്. അപ്പൊ തശഹുദ് ഓതിയില്ലെങ്കിൽ ഇരിക്കാത്ത പോലെയാണ്. ഫലം യുഅ്തദ്ദ ബിഹി, അപ്പൊ ആ ജുലൂസ് കൊണ്ട് ജുലൂസിനെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ബിദൂനിഹി, തശഹുദ് ഓതാതെയുള്ള ഇരുത്തം പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഉലിമ മിൻ ഹാദാ ബിൽ ഔല, ഈ പറഞ്ഞതിൽ നിന്ന് ഔലാ തരീഖിൽ അറിയപ്പെട്ടു. അന്നഹു ലൗ തറക ഇമാമുഹുൽ ജുലൂസ വത്തശഹുദ ലസിമഹു മുഫാറഖത്തുഹു. കണ്ടോ, ഈ പറഞ്ഞതിൽ നിന്ന് എന്ന് പറഞ്ഞാല് പിന്നെ വലാലി ജുലൂസിഹിലി തശഹുദി എന്ന് പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ടു എന്നാ. ഞാൻ നേരത്തെ പറഞ്ഞ ഹുക്കുമാണ്, ഇല്ലത്തോടെ പറഞ്ഞപ്പോഴേ വലാസറ എന്ന് പറഞ്ഞതിന് ശേഷം ഹുക്കുമ പറയുന്നത്. പിന്നെ എന്താണ് അറിയപ്പെട്ടത്, ഔലാ തരീഖിൽ അറിയപ്പെട്ടു. അന്നഹു ലൗ തറക ഇമാമുഹുൽ ജുലൂസ വത്തശഹുദ, രണ്ടും ഒഴിവാക്കി. നേരത്തെ പറഞ്ഞത് ഇരുത്തം മാത്രമേ അല്ല, തശഹുദ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, ഇരുന്നിട്ടുണ്ട് എന്നാൽ തന്നെ എന്താണ് ഫുസുൽ മുഖാലഫത്ത് ഉണ്ടാവും എന്നാ. അപ്പൊ എന്നാല് പിന്നെ തശഹുദും എന്ന പോലെ ജുലൂസും, ലൗ തറക ഇമാമുഹു അൽ ജുലൂസ വത്തശഹുദ, രണ്ടും ഒഴിവാക്കിയാൽ ലസിമഹു മുഫാറഖത്തുഹു, എന്താവും, ഇയാൾക്ക് ആ മുഫാറഖത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത് അറിയപ്പെട്ടു. പിന്നെ ലിഅന്നൽ മുഖാലഫത്ത ഹീനഇദിൻ അഫ്ഹഷു, ഇമാമ് രണ്ടും ഒഴിവാക്കിയാൽ എന്താണ്, മുഖാലഫത്ത് കൂടുതൽ ഫാഹിഷാണ്. ലിഅന്നൽ മുഖാലഫത്ത ഹീനഇദിൻ അഫ്ഹഷു ഫലൈസ തഅബീറു ബിൽ ജുലൂസി വത്തശഹുദി ജരിയൻ അലൽ ഗാലിബി,
അപ്പോ മുസന്നിഫ് ഇബാറത്തിട്ടത് ജുലൂസ് തശഹുദ് എന്നതുകൊണ്ടുള്ള ഇബാറത്ത് അല്ല, ഗാലിബിന്റെ മേൽ അല്ല. ഗാലിബ് അത് രണ്ടും ഒഴിവാക്കുക എന്നുള്ള നിലക്കായതുകൊണ്ടല്ല. ബൽ ഫായിദത്തുഹുമ, പിന്നെ അത് രണ്ടും കൊണ്ട് ഇബാറത്തിട്ടത്. തഅബീർ എന്ന് പറഞ്ഞാൽ മുസന്നിഫല്ല, ഈ പറഞ്ഞ ശറഹിലല്ലേ. അപ്പൊ മറ്റേ ഇമ്മത്തിന്റെ ഇബാറത്ത് എന്നർത്ഥം. പിന്നെ ബൽ ഫായിദത്തുഹുമ ബയാനു ആദിമി ഫഷൽ മുഖാലഫത്തി ഇന്ദ ഉജൂദിഹിമ. ഇത് രണ്ടും ഉണ്ടായാൽ എന്താണ്? ഇരുത്തം ഉണ്ടായി, തശഹുദും ഉണ്ടായി. അപ്പൊ അത് രണ്ടും ഉണ്ടായാൽ എന്താണ്? ആ ഫഷൽ മുഖാലഫത്തില്ല. ബിസ്തിംറാരിഹി ഫീമാ കാന ഫീഹിൽ ഇമാമു. കാരണം എന്താ? ഇസ്തിംറാർ കൊണ്ടിട്ട് മുഖാലഫത്ത് ഫാഹിഷാകുന്നില്ല. മഅ്മൂമ് തുടർന്നു എന്നതുകൊണ്ട് മുഖാലഫത്ത് ഫാഹിഷാകുന്നില്ല. ഏതൊന്നിൽ തുടർന്നു? ഫീമാ കാന ഫീഹിൽ ഇമാമു, ഇമാമ് ആയിരുന്ന ഒന്നിൽ തുടർന്നു. ഇമാമായിരുന്ന ഒന്നെന്താ? ആ ജുലൂസ്. അവിടെ തയ്യാത്ത് ഓതിയിട്ടുണ്ട്. അപ്പൊ മഅ്മൂമ് ആയിരുത്തായിരുന്നു, തശഹുദ് ഓതി. എന്നാൽ ഫുഷുൽ മുഖാലഫത്ത് വരില്ല. അപ്പൊ അവിടെ സുബഹിയിലാണ്. അപ്പൊ ഇന്തിലാർ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടും എന്ത് ഉണ്ടായാല് ഫഷുൽ മുഖാലഫത്തില്ല എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് അർത്ഥം. രണ്ടുണ്ടായാല് അവിടെ പിന്നെ തഅബീർ, അതെ, തഅബീറു ഫി ഇബാറാത്തിൽ ഉലമാഇ എന്നാണ് ഗർദി പറഞ്ഞത്. പിന്നെ അല്ലാതെ നമ്മളെ മത്തിനില്ലല്ലോ. പിന്നെ ജരിയൻ അലൽ ഗാലിബി ബൽ ഫായിദത്തുഹുമ ബയാനു ആദിമി ഫഹ്ശൽ മുഖാലഫത്തി ഇൻദ വജൂദിഹിമ ബിസ്തിംറാരിഹി ഫീമാ കാന ഫീഹിൽ ഇമാമു. ഇനി വയസിഹു ഇഖ്തിദാഉ മൻ ഫി തശഹുദ് ബിൽ ഖായിമി, അതായത് അവസാനത്തെ തഹിയ്യാത്തിലിരിക്കുന്നത്. തശഹുദ് എന്ന് പറഞ്ഞതുകൊണ്ട് തശഹുദുൻ അഖീറാണ് ഉദ്ദേശം, ഇബ്നു ഖാസിം പറഞ്ഞത്. അപ്പൊ അവസാനത്തെ തഹിയ്യാത്തിലിരിക്കുന്ന ഒരാൾ തുടർന്നാൽ അത് സഹിയാവും. ആരോട് തുടർന്നു? ബിൽ ഖായിമി, നിൽക്കുന്ന ആളിനോട്. ഇയാൾ നിസ്കരിച്ച അവസാനത്തെ തഹിയ്യാത്തിലെത്തി. അപ്പം എന്ത് ചെയ്തു? അവിടെ മുന്നിൽ ഒരാൾ വന്ന് നിസ്കരിക്കുക. അയാളിപ്പോൾ നിസ്കാരം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്തു? ഞാൻ അയാളോട് തുടരുന്നു എന്നാണ് കരുതി. എന്നാൽ ആ തുടർച്ച ശരിയാണ്. പക്ഷെ അങ്ങനെ തുടർച്ച ശരിയാകുമ്പോൾ പിന്നെ എഴുന്നേക്കാൻ പറ്റുമോ? അവസാനത്തെ തയ്യാത്തിലല്ല ഇരുന്ന, എഴുന്നേക്കാൻ പറ്റൂല. അതവല തജൂസുലഹു മുത്താബഅത്തുഹു, ഈ ആളിന് ഈ മംഫി തശഹുദുൽ അഖീർ എന്ന് പറഞ്ഞില്ലേ, അയാൾക്ക് ജായിസല്ല മുത്താബഅത്തുഹു, ഖായിമിനോട് പിൻപറ്റൽ ജായിസല്ല എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ പാടില്ല എന്നർത്ഥം. നേരെ തിരിച്ചാണെങ്കിലോ, തഹിയ്യാത്തിൽ ഇരിക്കുന്ന ആളെ തുടരുകയാണെന്നുണ്ടെങ്കിൽ മുത്താബഅത്ത് എന്ന നിലയ്ക്ക് ഇയാൾ ഇരിക്കണമല്ലോ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാല്. അപ്പൊ എന്ന പോലെ ഇയാൾക്ക് എഴുന്നേക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ബൽ യന്തളിറുഹു ഇലാ യുസല്ലിമ മഅഹു അഫ്ളലു. അയാളെ തഹിയ്യാത്ത് അവസാനത്തെ തഹിയ്യാത്തിൽ ഇരുന്നല്ലേ. അപ്പൊ അയാളെ എന്ത് ചെയ്യുക? ഇമാമിനെ പ്രതീക്ഷിക്കുക, ഇന്തിലാർ ചെയ്യുക. ഏതുവരെ? എന്തിനാ പ്രതീക്ഷിക്കേണ്ടത്? ഇലാ യുസല്ലിമ മഅഹു, ഇമാമിന്റെ കൂടെ സലാം കിട്ടുന്നത് വരെ ഇന്തിലാർ ചെയ്യുക. ആ ഇന്തിലാറാണ് അഫ്ളലു, വഹു അഫ്ളലു. നേരത്തെ പറഞ്ഞല്ലോ, ഇന്തിലാറാണ് ഇവിടെ അഫ്ളലു എന്നുള്ളത്. വലഹു മുഫാറഖത്തുഹു, ഇനി എന്ത് ചെയ്യുക? അങ്ങനെ തശഹുദിൽ ഇരുന്നു കൊണ്ട് നിൽക്കുന്ന ആളിനെ, ഖിയാമിലായ ആളിനെ തുടർന്നു കഴിഞ്ഞാല് മുഫാറഖത്ത് ആണെങ്കിൽ അതും പറ്റും. വലഹു മുഫാറഖത്തുഹു, അതാ വഹു ഫിറാഖും ബിഉദ്രിൻ, അത് എന്താണ്? ഉദ്രോടുകൂടെയുള്ള ഫിറാഖാണ്. അപ്പൊ പിന്നെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടൂല. ഇനി വലാനൽറഹുന ഇലാ അന്നഹു അഹദസ ജുലൂസൻ ലം യഫ്അൽഹുൽ ഇമാമു, ഇമാമ് ചെയ്യാത്തൊരു ഇരുത്തം വർദ്ധിപ്പിച്ചു എന്നതിലേക്ക് നോക്കിയാല് പിന്നെ ഇന്തിലാർ പറ്റൂല എന്ന് വരുമല്ലോ, മുഫാറഖത്ത് നിർബന്ധാണെന്ന് വരുമല്ലോ. പക്ഷെ ഇവിടെ അത് നോക്കുന്നില്ല. ഇയാളുടെ ഇരുത്തണ്ടല്ലോ, ഇയാൾ ഇരിക്കുന്ന ഇരുത്തം ഇയാളുടെ നിസ്കാരത്തിന്റെ അവസാനത്തെ തയ്യാത്തിൽ ഇരുത്താണ്. ഇമാമാണെങ്കിലോ ഖായിമാണ്. അപ്പൊ ഇയാളുടെ ഈ ഇരുത്തവും തശഹുദും ഒക്കെ എന്താണ്? ഇമാമ് ചെയ്യാത്തതല്ലേ. അപ്പൊ അത് നോക്കുന്നില്ല ഇവിടെ. കാരണം എന്താ? അന്നൽ മഹദൂറ, കാരണം മഹദൂർ പേടിക്കപ്പെടുന്ന കാര്യം, ഹദറാകുന്ന പ്രയാസമാകുന്ന കാര്യം എന്താ? ഇഹ്ദാദുഹു ബഅദ നിയ്യത്തിൽ ഇഖ്തിദായി,
ഇഖ്തിദാ അതായത് ഖുദുവത്തിന്റെ നിയ്യത്തിന്റെ ശേഷം അയാൾ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലാ ദവാമുഹു, ആ പറഞ്ഞ ജുലൂസ് നിലനിർത്തുക എന്നതല്ല. കാരണം ഇയാൾ ഇരുന്നോണ്ടാണ് എന്ത് ചെയ്തത്, തുടരാൻ കരുതിയത് അല്ലെ. തുടരല് കരുതിയതിന് ശേഷം പുതിയ ഇരുത്തയിരുന്നു, അതില്ല. അപ്പൊ അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് നോക്കൂല എന്നർത്ഥം. കമാഹുന, ഇവിടെയുള്ള പോലെ ഇവിടെ ദവാമാണ്, എന്തല്ല ഇഹ്ദാസ് ഇല്ല എന്നർത്ഥം. ഇനി വൈൻ അംഗനഹുൽ ഖുനൂത്തു ഫി സാനിയത്തി ഖനത്താന, പിന്നെ അപ്പോ കുനൂത്ത് പറ്റുമെങ്കിൽ, അതായത് ഫിസാനിയത്ത് കനത്തോ ഇല്ല തറക്കഹു അലഹു ഫിറാഖുഹു ലിയഖ്നുത. അപ്പോ ഇനി സുബഹി നിസ്കരിക്കുന്ന ആള് ലോറ് നിസ്കരിക്കുന്ന ആളോട് തുടരുകയാണല്ലോ. അപ്പോ സുബഹി നിസ്കരിക്കുന്ന ആൾ കുനൂത്ത് ഓതണ്ടേ? കുനൂത്ത് ഓതാൻ അതിനെന്ത് ചെയ്യും? അതാ ഫിസാനിയത്ത് അംകനഹു, ഇവന് സൗകര്യമായാലും ഈ മൗമൂമിന് സൗകര്യമായാലും കുനൂത്തോതൽ സൗകര്യമായാലും ഫിസാനിയത്ത് രണ്ടാമത്തെ റക്അത്തിൽ സൗകര്യമായാല് കനത്ത കുനൂത്തോതൽ ഓതണം നദ്ബൻ സുന്നത്തായിട്ടെന്ന്. അതെങ്ങനെ സൗകര്യമായാല് ഇംകാൻ ഉണ്ടാകൽ എങ്ങനെ? ബിയം വഖഫ ഇമാമുഹു യസീറൻ, ഇയാളുടെ ഇമാമ് കുറച്ച് നിന്നോടുത്ത്, ഇയാൾ ഇത്തിദാല് കുറച്ച് നീട്ടിന്നർത്ഥം, മറ്റേയാള് വേഗം ഓതുകയും ചെയ്ത്. എന്താ കനത്ത നദ്ബൻ എന്തായി? കുനൂത്തോതനം എന്ന് പറഞ്ഞ സുന്നത്തേ ഉള്ളൂ. തഹ്സീലൻ ലി സുന്നത്തി മഅദിമിൽ മുഖാലഫത്തി, പിന്നെ എന്തിനാണത്? സുന്നത്തിനെ ഹാസിലാക്കാൻ വേണ്ടി. കുനൂത്തോല് സുന്നത്തല്ലേ, ആ സുന്നത്ത് ഇട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മുഖാലഫത്തുണ്ട്, മുഖാലഫത്തും ഇല്ലല്ലോ. അതുകൊണ്ട് വൈല്ലായുംകിൻഹു, വൈല്ല എന്ന് പറഞ്ഞാൽ മുംകിൻ അല്ലെങ്കിൽ തറക്കഹു, കുനൂത്തോതരുത്, അതിന് നദ്ബൻ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ തെർക്കുൽ കുനൂത്ത് സുന്നത്താകും എന്നർത്ഥം. അതെന്തുകൊണ്ടാ? ഖൗഫൻ മിന തഖല്ലുഫിൽ മുബ്തിലി, മുബ്തിലായ തഖല്ലുഫ് ഉണ്ടാകുമോ എന്ന് പേടിച്ചതിന് വേണ്ടി. ഇംകാനില്ലെങ്കിൽ തഖല്ലുഫ് വന്നോവും. തഖല്ലുഫ് വന്നാല് അത് എന്താണ്, ഫാഹിഷാണെങ്കിൽ നിസ്കാരം പത്തിലായി പോവല്ലോ. അപ്പൊ അത് പറ്റൂലല്ലോ, അതിന് കുനൂത്തോതണ്ട. ഖാലൽ അസ്നവിയ്യു, അപ്പൊ ഇവിടെ പിന്നെ സെഹ്വിന്റെ സുജൂദ് ചെയ്യണോന്നാ ഇമാം അസ്നവി റഹിമഹുല്ലാഹ് പറഞ്ഞു. വൽ ഖിയാസു അന്നഹു യസ്ജുദു ലിസ്വഹ്വി, അങ്ങനെ എന്താണ് കുനൂത്ത് ഒഴിവാക്കിയത് ഈ തഖല്ലുഫ് പേടിച്ചിട്ടാണ്. എന്നാലും അവസാനം സെഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇമാം സലാം ഇട്ടിയതിനു ശേഷം ഇയാൾ സുജൂദ് ചെയ്യണം എന്നതാണ് ഖിയാസ് എന്ന് ഇന്തഹ ഇമാം അസ്നവി റഹിമഹുല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ വകഅന്നഹു വൽ ഖിയാസു അന്നഹു യസ്ജുദു ലിസ്സഹ്വി എന്ന് പറഞ്ഞത് ഇമാം അസ്നവി ആയതുപോലെ ഉണ്ട്, ലമ്യന്നൂർ നോക്കാത്ത പോലെ ഉണ്ട്. എന്തിലേക്കല്? തഹമ്മുലിൽ ഇമാമി, ഇമാം തഹമ്മുല് ചെയ്യും എന്നതിനെ നോക്കാത്ത പോലെ ഉണ്ട്. എന്തിനെ തഹമ്മുല് ചെയ്യുന്നു? ഈ സഹുവിനെ, ഇമാമിന്റെ പിന്നിലായും കൊണ്ടുള്ള ആ സഹുവിനെ ഇമാമ് തഹമ്മുല് ചെയ്യും എന്നൊരു മസല ഉണ്ടല്ലോ. അപ്പൊ ഇത് അതിൽ പെട്ടതാണ് എന്നാ. അത് നോക്കിയില്ല. ലിഅന്ന സലാത്തഹു ലൈസ ഫീഹ ഖുനൂത്തുൻ, കാരണം ഇമാമിന്റെ നിസ്കാരം അതിൽ ഖുനൂത്തില്ലല്ലോ. ഇമാമ് ദുഹറല്ലേ നിസ്കരിക്കുന്നത്, അതിൽ ഖുനൂത്തില്ല. അപ്പൊ അതുകൊണ്ട് മൗമൂമ് മറന്നതല്ലെങ്കിലും സെഹുവിന്റെ അർത്ഥമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം സെഹു അല്ലല്ലോ. അപ്പൊ ആ എന്താണ് നുക്സാന് ഇമാമ് ഏറ്റെടുക്കും എന്നത് നോക്കാത്തോണ്ടാണ് സെഹുവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത്. അതിനെ ജബർ ചെയ്യാൻ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം ഫീഹി നളറുന്ന, പറഞ്ഞതിൽ നളറുണ്ട്, അത് ശരിയാവൂല. സുമ്മറായിത്തു ഗൈറഹു, ഇമാം അസ്നവി അല്ലാത്തവരെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ജസമ ബി അദ്മി സുജൂദി, സുജൂദ് സുന്നത്തില്ല. വഹുവൽ ഖിയാസു, സുന്നത്തില്ല എന്നുള്ളതാ ഖിയാസ്. കാരണം എന്താ? ഇവിടെ ഇമാമ് തഹമ്മുല് ചെയ്യും എന്നാ. അപ്പൊ നമ്മക്ക് വേറെ ഇഷ്കാലുണ്ട്. ഹനഫിയായ ഇമാമിനെ തുടർന്നാല് സുബഹിയിൽ അയാൾ കുനൂത്ത് ഓതൂലല്ലോ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താണ്, സെഹ്വിന്റെ സുജൂദ് ചെയ്യണം അല്ലെ? മൗമൂമ് ഓതിയിട്ടില്ല, അപ്പൊ സെഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അത് സുബഹി നിസ്കാരം തന്നെയല്ലേ, അതുകൊണ്ടായിരിക്കും. ഇനി വലഹു ഫിറാഖുഹു ബിന്നിയ്യത്തി, പിന്നെ നിയ്യത്ത് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മുഫാറത്ത് ചെയ്യുകയും ചെയ്യാം. ലിയഖ്നുത, അഥവാ ഇല്ലാ തറക്കഹു എന്ന് പറഞ്ഞല്ലോ. കുനൂത്ത് ഒഴിവാക്കണ സുന്നത്ത് എന്ന് പറഞ്ഞത് എപ്പോഴാ? മുഫാറത്ത് ചെയ്യുന്നില്ലെങ്കിൽ, അല്ല മുഫാറത്ത് ചെയ്യുക, കുനൂത്ത് ഓതുക, എന്നിട്ട് പോവുക, അങ്ങനെയും പറ്റും. അത് ഫിറാഖും ബിഴുദറാണ്. അപ്പൊ എന്ത് ചെയ്യാ? ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടില്ല. അതേപോലെ ലഹു ഫിറാഖു ബിന്നിയ്യത്തി ലിയഖ്നുത, കുനൂത്ത് ഓതാൻ വേണ്ടി തഹ്സീലൻ ലി സുന്നത്തി, സുന്നത്ത് ഹാസിലാകാൻ വേണ്ടി കുനൂത്ത് ഓതുക. ഫിറാഖും ബിഴുദറിൻ, അത് എഴുതുരു കൊണ്ടുള്ള മുഫാറക്കത്താണ്. ഫലാ യുക്റഹു, അപ്പൊ ആ മുഫാറക്കത്ത് കറാഹത്തല്ല. ഇനി വലം യുഫാരിഖ് വ ഖനത,
ഇങ്ങനെ മുഫാറക്കത്ത് ചെയ്തിട്ടില്ല. കനത്ത കുനൂത്ത് ഓതുകയും ചെയ്തു. എന്നാൽ ബത്തലത്തു സലാത്തുഹു ബിഹുവിയ്യി ഇമാമിഹി ഇലസ്സുജൂദി, അതായത് നേരത്തെ ഈ കുനൂത്തോതിൽ മുംകിനായാൽ എന്ന് പറഞ്ഞതിന് പറഞ്ഞു ബിയൻ വഖഫ ഇമാമുഹു യസീറൻ, ഇമാമ് കുറച്ച് അധികം നിന്നുകൊടുത്തു, ഒരല്പം നിന്നുകൊടുത്തു ആ ഇത്തിദാലായിട്ട്. എന്നാലാണ് എന്ത് ചെയ്യുക, കുനൂത്തോതാൻ സൗകര്യം കിട്ടുക. കുനൂത്ത് ഇപ്പൊ നമ്മളെ അല്ലാഹുമ്മ അഭിമൻ അദ്ദേഹത്തെല്ലാം വേണമെന്ന് ഫുള്ള് വേണമെന്നില്ലല്ലോ. സനാവും എന്ന പോലെ ദുആഉള്ളൊരായത്തോ അങ്ങനെ എന്തെങ്കിലും ചുരുങ്ങി ഓതുകയും ചെയ്യാലോ. അങ്ങനെ ഓതാൻ സമയം കിട്ടി, അങ്ങനെ ഓതി അങ്ങനെ പോയി. ഇനി ഇയാളിങ്ങനെ കുനൂത്ത് ഓതിയപ്പോഴത്തേക്ക് എന്തായി, ഇമാമ് സുജൂദിലേക്ക് പോയാലോ, എന്നാ നിസ്കാരം ബാത്തിലാവുന്ന പറയുന്നത്. റാജിഹല്ല, ശേഷം അതിന് എഴുത്തറാൾ വരുന്നുണ്ട്. ബത്തലത്തു സലാത്തുഹു, ഈ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവും. എന്തുകൊണ്ട്? ബിഹുവി ഇമാമി, അവന്റെ ഇമാമ് കുനിയുക സുജൂദി, സുജൂദിലേക്ക് കുനിയുമ്പോ തന്നെ നിസ്കാരം ബാത്തിലാവുന്ന. കമാലോ തഖല്ലഫ ലിത്തശഹുദിൽ അവ്വലി, ഒന്നാമത്തെ തശഹുദിന് വേണ്ടി പിന്തും പോലെ. ഇമാമ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഓതിയില്ല, അപ്പൊ അതിനു വേണ്ടി പിന്തി. എന്നാല് പിന്നെ ഇയാളങ്ങ് ഖിയാമിലെത്തിയിട്ട് റുക്കൂയിലേക്ക് കുനിയുമ്പോഴത്തേക്ക് എന്താവും, നിസ്കാരം ബാത്തിലാവും എന്ന പോലെ. എന്നാ കമാഫ്താ ബിഹിൽ ഖഫാലു, ഇമാം ഖഫാർ റഹിമഹുള്ള പത്ത് കൊടുത്ത പോലെ ഇങ്ങനെ പത്ത് കൊടുത്തിട്ടുണ്ട് നിസ്കാരം ബാത്തിലാവുന്ന. എന്നാൽ വൽ മുഅ്തമദു ഇൻദ ശൈഖൈനി, ശൈഖൈന്റെ അടുക്കൽ ഇമാം റാഫിഈ നവവി റളിയല്ലാഹു അൻഹുമാ അവരുടെ അടുക്കൽ മുഅ്തമദ് അന്നഹു ലാ ബഅസ ബിതഖല്ലുഫി ലഹു, ഈ തഖല്ലുഫ് കൊണ്ട് കുഴപ്പമില്ല. എന്തിനു വേണ്ടിയുള്ള ഇവന്റെ തഖല്ലുഫ് ലഹു, ആ കുനൂത്തിന് വേണ്ടിയുള്ള തഖല്ലുഫ്. അപ്പൊ ഇദാ ലഹിഖഹു ഫിസ് സജ്ദത്തിൽ ഊല, ഒന്നാമത്തെ സുജൂദിൽ അങ്ങ് എത്തിയാൽ മതി. ആ ഇമാമിനോട് ഇവൻ ചെന്ന് ചേർന്നാൽ എവിടെ, ഒന്നാമത്തെ സുജൂദിലേന്നാ. അപ്പൊ സുജൂദിലേക്ക് കുനിയുമ്പോ തന്നെ എന്താ, നിസ്കാരം ബാത്തിലാവില്ല. സുജൂദിന്ന് ഉയർന്നാലും നിസ്കാരം ബാത്തിലാകും എന്നാണ് എന്ത് പിന്നെ ഇപ്പൊ വന്നത് അല്ലെ. എന്നാലും ബാത്തിലാവില്ല, അതിന് ശേഷം പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ഒന്നാമത്തെ സുജൂദില് പിന്നെ എത്തുമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാ അവിടെ പറഞ്ഞത്. അപ്പൊ ഫാറഖത്ത് തശഹുദൽ അവ്വല, അപ്പൊ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഫർക്കായതെങ്ങനെ, പിന്നെ കുനൂത്ത് ഫർക്കായി തശഹുദിനോട് ബി അന്നഹുമാഹുന, അതായത് നേരത്തെ രണ്ടും കീ തശഹുദ് പോലെ എന്ന് പറഞ്ഞിട്ടാണല്ലോ എന്താണ് കുനിയുമ്പോ തന്നെ വാത്തിലാവും പറഞ്ഞത്. അപ്പൊ ഇത് കുനിയുമ്പോ വാത്തിലാവില്ല, സുജൂദിന്ന് മടങ്ങുമ്പോഴേ വാത്തിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഫർക്ക് പറയണല്ലോ. തശഹുദിൻ അവലിനോട് ഫാരിഖായി ബി അന്നഹുമ, ഇത് രണ്ടും ഹുന ഇഷ്തറക്കാവില്ല എത്തിതാലേ. അവർ രണ്ടാളും ഇമാമും മൗമൂമും രണ്ടാളും കൂറായിട്ടുണ്ട് എത്തിതാൽ. അതായത് രണ്ടാളും എത്തിതാൽ നിന്നിട്ടുണ്ടല്ലോ, ഇമാമും എത്തിതാൽ ചെയ്തിട്ടുണ്ട്, മൗമൂവും ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് നീട്ടിയിട്ടേ ഉള്ളൂ. മറ്റേ തശഹുദിന്റെ അവിടെ തീരെ ഇരുന്നിട്ടില്ലല്ലോ, ഇമാമ് തീരെ ഇരിക്കാത്ത സ്ഥലത്താ. ഫലം യംഫരിദ് ബിഹിൽ മൗമൂമു, അപ്പോ ഈ കുനൂത്ത് കൊണ്ടിട്ട് എന്ത് ചെയ്തിട്ടില്ല, അല്ല ആ എഴുത്തിദാല് കൊണ്ടിട്ട്, ഫലം യംഫരിദ് ബിഹി, ആ എഴുത്തിദാല് കൊണ്ടിട്ട് എന്ത് ഒറ്റക്കായിട്ടില്ല മൗമൂമ്. സമ്മ തശഹുദിന്റെ അവിടെ ഇൻഫറദ, മൗമൂമ് ഒറ്റക്കായി, ബിൽ ജുലൂസി ഇരുത്തം കൊണ്ട് ഒറ്റക്കായി. അപ്പൊ ഇരുത്തവും എന്താണ്, തശഹുദും. അപ്പോ പിന്നെ റുക്കുവിലേക്ക് കുനിയുമ്പോഴല്ല, അങ്ങനെ നേരത്തെ പറഞ്ഞല്ലേ, അല്ല എന്താണ് ആ ഖിയാമിലേക്ക് അങ്ങനെ പോകുമ്പോ തന്നെ ഇയാൾ അവിടെ ഇരിക്കുമ്പോ തന്നെ എന്താണ് നിസ്കാരം ബാത്തിലാവും. കാരണം എന്താ, രണ്ട് കാര്യം കൊണ്ട് പിന്തൽ വരുന്നുണ്ടല്ലോ, ഇയാൾ ഇരുത്തോണ്ട് തശഹുദും ഉണ്ട് അങ്ങനെ. പിന്നെ ഒമിൻ സമ്മ ലൗജലസൽ ഇമാമു സമ്മലിൽ ഇസ്തിറാഹത്തി, അതുകൊണ്ട് തന്നെ പിന്നെ ഇൻഫറദ ബിൽ ജുലൂസി എന്ന് പറഞ്ഞില്ലേ, മൗമൂമ് ഇരുത്തം കൊണ്ട് ഒറ്റക്കായിന്ന്. അപ്പൊ അക്കാരണത്താല് ലൗ ജലസൽ ഇമാമു, ഇമാമ് ഇരുന്നു സമ്മ ആ തശഹുദിന്റെ അവിടെ, അതായത് മൗമൂമ് തശഹുദ് ഓതാൻ വേണ്ടിയിട്ട് എന്താണ് പിന്തുന്ന സ്ഥലത്ത്, ലിൽ ഇസ്തിറാഹത്ത്, ഇമാം ഇസ്തിറാഹത്തിന് ഇരുന്നതിന് ശേഷമാണ് തശഹുദ് ഓതാതെയാണ് എഴുന്നേറ്റ് പോയത്. എന്നാൽ ലമ്യലുറ തഖല്ലുഫ് ലഹു, ആ മൗമൂമിന് എന്താ തഖല്ലുഫ് പ്രയാസാകൂല ലഹു, എന്തിനു വേണ്ടി, ആ തശഹുദ് ഓതുന്നതിന് വേണ്ടിയുള്ള പിന്തല് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം രണ്ട് കാര്യം ചെയ്യുന്നില്ലല്ലോ, തശഹുദ് ഓതൽ മാത്രമല്ലോ, ഇമാം ഇരുന്നതിന് നീട്ടലേ വരുന്നുള്ളൂ. അലാമക്തലാഹു ഹാദൽ ഫർക്കു, ഈ ഫർക്ക് തേടുന്നതനുസരിച്ച് അങ്ങനെയാണ്. എന്നാൽ മുക്തലാമ ഖദ്ദം തുഹു ആനിഫൻ, ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ മുക്തല എന്ത്, അന്നഹു യലുറു, അത് പ്രയാസമാണ് എന്നാ. എന്താണത്, ജൽസത്തുൽ ഇസ്തിറാഹത്ത് അതിന് തസ്ഹീർ ഇല്ല എന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ. ഇമാം ഇരുന്നാലും
അത് വേറൊന്നാണ്, മഅ്മൂമ് ചെയ്യുന്ന ഒന്നല്ല ഇമാമ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്തിറാക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയൂല. സുമ്മ ലാഹിറു ഖൗലി ശൈഖൈനി വഗൈരിഹിമ. അപ്പൊ ഇനിയിപ്പോ എന്താണ്, ഒന്നാമത്തെ സുജൂദിലെത്തിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ, അതിന് ഇനിയൊരു എന്താണ് ഇത്തിറാൽ പറയാ, അതിനൊരു ഇസ്തിദ്റാക്ക്. ശൈഖൈന്റെയും മറ്റുള്ളവരുടെയും ഖൗലിന്റെ ലാഹിർ ഹുന ഇവിടെ ഇതാ ലഹിഖഹു ബിസ്സജ്ദത്തിലൂല, ഒന്നാമത്തെ സുജൂദില് ആ ഇമാമിലേക്ക് ചെന്ന് ചേർന്നാൽ എന്ന ആ ഖൗലിന്റെ ലാഹിർ, അത് ഖൗലി ശൈഖൈനി എന്ന് പറഞ്ഞ ഖൗലിന്റെ മഖൂലാണ്, നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ ലാഹിർ എന്താണ്, അന്നഹു ലൗലം യൽഹഖുഹു ഫീഹാ, ആ മഅ്മൂമ് ലം യൽഹഖുഹു, ആ ഇമാമിനോട് ചെന്ന് ചേർന്നിട്ടില്ല, ഫിഹ ഈ ഒന്നാമത്തെ സുജൂദിൽ ചെന്ന് ചേർന്നിട്ടില്ല എങ്കിൽ ബത്തലത്തു സലാത്തുഹു, നിസ്കാരം ബാത്തിലാകുമെന്നാണ് അതിന്റെ ലാഹിർ. പക്ഷെ ലാക്കിൻ യുനാഫിഹി, അതിനെതിരാണ് ഇത്ലാഖുഹും അല്ലാത്തി, ശേഷം വരുന്ന ആ ഇമ്മത്തിന്റെ ഇത്ലാഖ് എന്താണ്, അന്നത്തഖല്ലുഫ ബിറുക്കിനിൻ ബൽ ബിറുക്കിനൈനി വലൗ തവീലൈനി, അല്ല ഒരു റുക്കിന് കൊണ്ട് മഅ്മൂമ് പിന്തുക, അല്ല 2 റുക്കിന് കൊണ്ട് പിന്തുക, 1 എന്നല്ല 2 കൊണ്ട് പിന്തുക. അത് 1 കൊണ്ട് പിന്തിയാൽ തന്നെ ബാത്തിലാകും എന്നുള്ള അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ബൽ എന്താണ് ഇൽറാബിനാക്കിയിട്ട് അങ്ങനെ ഇബാറത്തിടുന്നത്. ബിറുക്കിനൈനി എന്നല്ല 2 റുക്കിന് കൊണ്ട് പിന്തുക. അതിന് പിന്നൊരു വായത്ത് വലോ തവീലൈനി, അത് തവീലായ 2 റുക്കിനാണെങ്കിലും ശരി, ലായുബത്തിലു, അത് ബാത്തിലാക്കൂല. വിതറുണ്ടാവുമ്പോ, എവിടെ വിതറുണ്ടല്ലോ എന്ന് ഈ മസല മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മള്. പിന്നെ ഇമാമ് കുനൂത്ത് ഓതാതെ പോയാല് മഅ്മൂം എന്താണ്, ആ ഒന്നാമത്തെ റുക്കൂയിലേക്ക് സുജൂദിലേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ എന്താണ് കുനൂത്ത് ഓതാമെന്ന് പറഞ്ഞൊരു തട, അത് സുന്നത്താണ് ഓതല്. ഇല്ലെങ്കിൽ 2 റുക്കിന് കൊണ്ട് പിന്താത്ത രീതിയിൽ ഓതിയാല് നല്ല പിന്നെ നിസ്കാരം ബാത്തിലാവൂല എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലോ തവീലൈന് ലായുബത്തിലു എന്ന് എന്താണ് എന്ന ഇത്തലാഖ് ഇപ്പറഞ്ഞതിനെതിരാണ്. പിന്നെ ഫൈൻ കുൽത്ത ഹാദാ ഫീഹി ഫഹ്ഷു മുഖാലഫത്തിൻ, ഈ പറഞ്ഞതിൽ ഫഹ്ഷുൽ മുഖാലഫത്ത് ഉണ്ടല്ലോ, കുനൂത്തിന് വേണ്ടി പിന്തുന്നതിൽ ഫഹ്ഷുൽ മുഖാലഫത്ത് ഉണ്ടല്ലോ. വഖദ് ഖാലു, അയിമത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോ ഖാലഫഹു ഫീ സുന്നത്തിൻ ഫിഅലൻ ഔ തർക്കൻ, പിന്നെ ആ മഅ്മൂമു ഹു ഇമാമിനോട് എതിരായാൽ ഒരു സുന്നത്തില്, അത് സുന്നത്ത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നതാകാം, ഔ തർക്കൻ അല്ലെ ഒരു ഒഴിവാക്കുന്നതാകാം. പിന്നെ അപ്പോൾ ഒഴിവാക്കൽ സുന്നത്തുള്ളൊരു കാര്യം, അത് മഅ്മൂമ് ചെയ്ത് ഇമാമ് ചെയ്തില്ല, അല്ലെ ചെയ്യല് എന്താണ് സുന്നത്തുള്ളൊരു കാര്യം, അങ്ങനെ അത് ഫെയിലും ആകാം തെർക്കിലും ആകാം. പിന്നെ ഒരു സുന്നത്തില് എതിരായി എന്ന് പറഞ്ഞാൽ ഫെയില് എന്ന് പറഞ്ഞാല് എന്താണ്, ഇമാമ് ചെയ്തു മഅ്മൂമ് ചെയ്തില്ല. പിന്നെ തെർക്കൻ എന്ന് പറഞ്ഞത് ഇമാമ് ചെയ്തില്ല മഅ്മൂമ് ചെയ്തു, ഇങ്ങനെ. ഫഹിഷത്തുൽ മുഖാലഫത്തു, അപ്പൊ സുന്നത്തില് എതിരായിട്ട് എന്നിട്ട് മുഖാലഫത്ത് ഫാഹിഷുമായാൽ, ഏതുപോലെയൊക്കെ സുജൂദി തിലാവത്തിന്റെ സുജൂദ് പോലെ ഇമാമ് ചെയ്തു മഅ്മൂമ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇമാമ് ചെയ്തില്ല അപ്പൊ മഅ്മൂമ് ചെയ്തു, ഇങ്ങനെ. തശഹുദുൽ അവ്വലി, ഒന്നാമത്തെ തശഹുദ് പോലെ, ഇതൊക്കെ ബത്തലത്തു സലാത്തുഹു, എന്താണ് ഈ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കുനൂത്ത് ഓതാൻ വേണ്ടി തഖല്ലുഫായാൽ അവിടെ ഫഹ്ഷുൽ മുഖാലഫത്ത് ഉണ്ടല്ലോ, അതൊരു സുന്നത്തല്ലേ. ഈ പറഞ്ഞ പോലെ സുജൂദ് തിലാവത്തും തശഹുദുൽ അവ്വലും ഒക്കെ പോലെയല്ലേ. വത്തഖല്ലുഫു ലിൽ ഖുനൂത്ത് മിൻ ഹാദാ, ഖുനൂത്തിന് വേണ്ടിയുള്ള തഖല്ലുഫ് ഈ പറഞ്ഞതിൽ പെട്ടതാണല്ലോ എന്ന് ഇഷ്കാലാക്കിയാൽ ഖുൽതു. പിന്നെ അപ്പോ ഇമാം ഖഫാല റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞ പോലെ എന്താണ്, ആ കുനിയൽ കൊണ്ട് തന്നെ എന്താവും, നിസ്കാരം ബാത്തിലാകും എന്ന് വരും ഈ പറഞ്ഞനുസരിച്ച്. ഖുൽതു, അപ്പൊ അതിന് മറുപടി എന്താ, ലൗകാന മിൻ ഹാദാ, ഈ കുനൂത്തിന് വേണ്ടിയുള്ള തഖല്ലുഫ് ഇതിൽ പെട്ടതാണെന്ന് പറഞ്ഞല്ലോ, അത് പെട്ടതല്ല എന്ന മറുപടി. ലൗകാന, ആ തഖല്ലുഫുൽ കുനൂത്ത് ആണെങ്കിൽ, മിൻഹാദ ഈ ഇനത്തിൽ പെട്ടതാണെങ്കിൽ, ഏത് സുന്നത്തിന് വേണ്ടി പിന്തുക എന്നിട്ട് ഫഹ്ഷുൽ മുഖാലഫത്ത് ഉണ്ടാകുക എന്ന ആ തശഹുദുൽ അവ്വലും സുജൂദ് തിലാവത്തും പോലെ ഗണത്തിൽ പെട്ടതാണെങ്കിൽ, ലതഅയ്യന ഇഅ്തിമാദു കലാമിൽ ഖഫാലി, ഇമാം ഖഫാൽ റഹിമഹുല്ലാഹ് പറഞ്ഞ കലാമ് മുഅ്തമദാകൽ അനിവാര്യമാകും. മുഅ്തമദ് ആകുക എന്നത് തഅയ്യുനാണ്, വേറൊരു വജൂഹ് ഉണ്ടാവില്ല അവിടെ, അത് നിജമാകും. ഖിയാസിഹി എന്ന പോലെ
ആ കുനൂത്തിനെ ഖിയാസാക്കലിനെ എഴുത്തിമാദ് ചെയ്യലും ദഅയ്യുനാകും. കലാമിന്റെ മേലെ എത്തുവാണ്. വ ഖിയാസിഹി അല തശഹുദിൽ അവ്വലി, ഒന്നാമത്തെ തശഹുദിന്റെ മേലെ ഖിയാസാക്കുക, അതാണല്ലോ അവിടെ പറഞ്ഞത്. എന്നാൽ വഖത്ത് തഖററ അന്നഹു ഗൈറു മുഅ്തമദിൻ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഇമാം ഖഫാർ റളിയല്ലാഹുവിന്റെ കലാമും അതുപോലെ തശഹുദിന്റെ മേലുള്ള ഖിയാസും മുഅ്തമദ് അല്ല എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞുറച്ചല്ലോ. അപ്പൊ തഅയ്യന അന്ന തഖല്ലുഫ ലിൽ ഖുനൂത്ത് ലൈസ മിൻ ദാലിക, അപ്പൊ അത് ഖുനൂത്തിന് വേണ്ടിയുള്ള തഖല്ലുഫ് ഈ പറഞ്ഞതിൽ പെട്ടതല്ല എന്നുള്ളതിന്റെ തൗജീഹ് നേരത്തെ പറഞ്ഞല്ലോ. ഇനി അതാ പറയുന്നു യുഫറഖു ബി അന്നൽ മുതഖല്ലിഫ ലിനഹ്വി തശഹുദിൽ അവ്വലി. അപ്പോ അതിനെ ഒന്നുകൂടി പറയുന്നത് ഫർക്ക് പറയും. ഖുനൂത്തിന്റെ തശഹുദിന്റെ ഇടയിൽ ഫർക്ക് പറയും. മുത്തഖല്ലിഫ് പിന്തുന്നവൻ ലിനാവി തശഹുദിൽ അവ്വലി, ഒന്നാമത്തെ തയ്യാത്ത് പോലത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ സജദത്ത് തിലാവത്തൊക്കെ അതിനുവേണ്ടി പിന്തുന്നവൻ അഹദസ സുന്നത്തൻ യത്തൂലു സമനുഹ, അവനൊരു സുന്നത്ത് പുതുതായി ഉണ്ടാക്കി, അതായത് ഇമാമ് ചെയ്യാത്ത ചെയ്തു എന്നർത്ഥം. അതിന്റെ സമയം ദീർഘമാണ്. വലം യഫ്അൽഹൽ ഇമാമു അസ്ലൻ, ഇമാമ് ആ സുന്നത്തിനെ തീരെ ചെയ്തിട്ടുമില്ല. ഫഫുഹിഷത്തുൽ മുഖാലഫത്ത്, അപ്പൊ മുഖാലഫത്ത് ഫാഹിഷത്തായി. അമ്മ തത്വീലുഹു ലിൽ ഖുനൂത്തി, അപ്പൊ ഖുനൂത്തിന് വേണ്ടി അതിനെ നീട്ടൽ, ഏതിന് ആ ഇഅ്തിദാലിനെ നീട്ടല് ഫലൈസ ഫീഹി, അതിലില്ല. ഇഹ്ദാദു ഷൈഇൻ ലം യഫ്അൽഹുൽ ഇമാമു, ഇമാമ് ചെയ്യാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കലില്ല. കാരണം ഇമാമ് ഇഅ്തിദാൽ ചെയ്തല്ലോ. ഫലം തഫ്ഹുഷിൽ മുഖാലഫത്തു, അപ്പൊ മുഖാലഫത്ത് ഫാഹിഷായിട്ടില്ല. ഇല്ലാ ബിത്തഖല്ലുഫി ബിതമാമി റുക്നൈനി ഫഇലിയൈനി, അപ്പൊ ഫഇലിയായ 2 റുക്ന് താമാകൽ കൊണ്ട് പിന്തിയാലല്ലാതെ. അപ്പൊ ഫുഷുൽ മുഖാലഫത്ത് വരും. കമാ അത്ലഖൂഹു എന്ന അവരങ്ങനെ ഇത്ലാഖാക്കിയിട്ടുണ്ട്. വലഹാസിൽ, അപ്പൊ ചുരുക്കം പറഞ്ഞാല് അന്നൽ ഫുഹ്ശ ഫി തഖല്ലുഫി, പിന്നെ ഫുഹ്ശ് അന്നൽ ഫുഹ്ശ ഫി തഖല്ലുഫി ലിസുന്നത്തി ഗൈറുഹു ഫി തഖല്ലുഫി ബിർറുക്നി ആണോ. സുന്നത്തിന് വേണ്ടിയുള്ള തഖല്ലുഫ്, അതിലുള്ള ഫുഹ്ശ് ഗൈറുഹു ആ ഫുഹ്ശിന് എതിരാണ്, അതിന്റെ ഗൈറാണ്, മറ്റൊന്നാണ് നടത്തുക. ആ ഫുഹ്ശിന്റെ മറ്റൊന്നാണ് ഈ ഫുഹ്ശ്. എവിടെയുള്ള ഫുഹ്ശ്? ഫി തഖല്ലുഫി, തഖല്ലുഫിലുള്ള ഫുഹ്ശ്. ബിർറുക്നി, റുക്കിന് കൊണ്ടുള്ള തഖല്ലുഫ്. അത് രണ്ടാണ്. ഈ ലിസുന്നത്തി എന്ന് പറഞ്ഞ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം എന്താ? ആ തശഹുദിന് വേണ്ടിയുള്ള ഇരുത്ത. അവ തശഹുദിന് വേണ്ടിയുള്ള ഇരുത്തം, അതിലെ എന്താണ് തഖല്ലുഫ്, അത് ഫാഹിഷാണ്. റുക്കിന് കൊണ്ടുള്ള തഖല്ലുഫോ, അത് ആ തഖല്ലുഫ് അതിൽ വരുന്ന ഫുഹ്ശ് ഇതിന്റെ ഗൈറാണ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്നർത്ഥം. അതാണ് ചുരുക്കം. അന്നൽ ഫർക്ക, രണ്ടിന്റെ ഇടയിലുള്ള ഫർക്ക് അന്ന ഇഹ്ദാസ മാലം യഫ്അൽഹുൽ ഇമാമു, ഇമാമ് ചെയ്യാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കുക. മഅതൂലി സമനിഹി, അതിന്റെ സമയം ദൈർഘ്യമാകലോടുകൂടെ ഫഹ്ഷും ഫീദാത്തിഹി, അത് ഫീദാത്തിഹി തന്നെ ഫാഹിഷാണ്, സ്വയം തന്നെ ഫാഹിഷാണ്. ഫലം യഹ്തജിലി ലമ്മി ഷൈഇൻ ഇലൈഹി, അപ്പോ അതിലേക്ക് മറ്റൊന്ന് കൂട്ടൽ ആവശ്യമായിട്ടില്ല. ബിഖിലാഫി മുജറദി തത്വീലി മാ ഫഅലഹുൽ ഇമാമു, ഇമാമ് ചെയ്ത ഒന്ന് അതിനെ നീട്ടുക എന്നത് മാത്രം, അതിനെതിരായിട്ട് ഫഇന്നഹു മുജറദു സിഫത്തിൻ താബിയത്തിൻ, കാരണം അത് നീട്ടുക എന്നുള്ളത് ഫഇന്നഹു ആ തത്വീല് അത് എന്താണ് താബിയായൊരു സിഫത്ത് മാത്രമാണ്, നീട്ടൽ മാത്രമാണല്ലോ. ഒരു ഫീല് ചെയ്യുന്ന പുതിയൊരു ഫീല് ചെയ്യുന്നില്ലല്ലോ, അതൊരു താബിയായ സിഫത്ത് മാത്രമാണ്. ഫലം യഹ്സുലുൽ ഫഹ്ശു ബിഹി, അപ്പൊ അതുകൊണ്ട് ആ തത്വീല് കൊണ്ട് ഫഹ്ശ് ഹാസിലാവൂല. ബൽ ബിൽ ഇമാമി തവാലി റുക്നൈനി തമ്മൈനി ഇലൈഹി, പിന്നെ ഫഹ്ശ് ഉണ്ടായാൽ എങ്ങനെ? താമായ 2 റുക്കിന് തുടരെയായ താമായ 2 റുക്കിന് ചേരൽ കൊണ്ടിട്ട്, എന്തിലേക്ക്? ഇലൈഹി, ആ പറഞ്ഞ പിന്നെ തത്വീലിലേക്ക് ചേരൽ കൊണ്ടിട്ടാണ് അത് ഫാഹിഷാകുക എന്ന. ഫതഅമ്മൽഹു വഹീനഇദിൻ ഫഖൗലുഹും ഹുന, അങ്ങനെ ആവുമ്പോ അയിമ്മത്തിന്റെ കൗലൂടെ ഇദാ ലഹിഖൗ ബിസ്സജ്ദത്തിൽ ഊല എന്ന് പറഞ്ഞത് ഖൈദുൻ ലിഅദ്മിൽ കറാഹത്തി കണ്ടോ. അപ്പൊ ഒന്നാമത്തെ സുജൂദിൽ എത്തിയാൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സുജൂദ് എത്തിയില്ലെങ്കിൽ ബാത്തിലായി പോകുന്ന നേരത്തെ പറഞ്ഞ അതിന്റെ മുക്തള അങ്ങനെയാണ്. അങ്ങനല്ല, അത് കറാഹത്തില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഓതിയിട്ട് പിന്തല് കറാഹത്താകുന്നില്ല എന്നാണ്. ലാലിൽ ബുത്തുലാനി, ബുത്തുലാനിലുള്ള കൈതല്ല, കറാഹത്തില്ലാതിരിക്കാനുള്ള കൈതാണ്. ഹത്തായി ഹുവിയലി സജദത്തി സാനിയത്തി, 2ാമത്തെ സുജൂദിലേക്ക് കുനിയുന്നത് വരെ ബാത്തിലാകാതിരിക്കുക
ബുത്തലാനിന് അല്ല എന്ന് പറഞ്ഞിട്ട് അതുമുൽ ബുത്തലാൻ ഉണ്ടല്ലോ, അതേതുവരെ രണ്ടാമത്തെ സുജൂദിലേക്ക് കുഞ്ഞാൽ ബാത്തിലായി പോവും. കാരണം എന്താ, 2 റുക്കുനുകൊണ്ട് തഹല്ലുവല്ലോ, സുജൂദുമായി ഇടയിലിരുത്തുമായി വലാഹദ. അപ്പൊ ഇതിന്റെ മേലിൽ യുഹ്മലു ഖൗലു സർക്കശി, ഇമാം സർക്കശി റഹിമഹുള്ളാന്റെ ഖൗല് ഹംലി ചെയ്യണം. അലാഹദ എന്ന് പറഞ്ഞാല് രണ്ടാമത്തതിലേക്ക് കുനിയുമ്പോൾ നിസ്കാരം ബാത്തിലാകും എന്നതിന്റെ മേലെ ഇമാം സർക്കശി റഹിമഹുള്ളാന്റെ എന്താണ് ഖൗല് ഹംലി ചെയ്യണം. എന്താണ് ആ ഖൗല്? അൽ മഅറൂഫു ലിൽ അസ്ഹാബി. ഇത് ഇമാം സർക്കശി പറഞ്ഞ അസ്ഹാബിന്റെ മഅറൂഫായ അഭിപ്രായം. അൽ മഅറൂഫു ലിൽ അസ്ഹാബി എന്ന് പറഞ്ഞാല് അൽ വജ്ഹുൽ മഅറൂഫു ലിൽ അസ്ഹാബ്, അസ്ഹാബിനിക്ക് അറിയപ്പെട്ട അഭിപ്രായം, അതായത് അവരിൽ നിന്ന് മഅറൂഫായി മഷഹൂറായി നഖൽ ചെയ്യപ്പെടുന്ന അഭിപ്രായം എന്താണ്? അന്നത്തഖല്ലുഫ ലിൽ ഖുനൂത്തി മുബ്തിലുൻ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം സർക്കശി പറഞ്ഞത്. ഇപ്പറഞ്ഞതിനെ ഹംലി ചെയ്യണം. എന്തിന്റെ മേല്? ഈ രണ്ടാമത്തെ സുജൂദിലേക്ക് കുനിയുമ്പോഴാണ് മുബ്തില് എന്ന് ഹംലി ചെയ്യണം. അതെന്തിനാ അതിന്റെ മേലെ ഹംലി ചെയ്യണം എന്ന് പറഞ്ഞത്? ആ ഹംലിന് തെളിവ് ബിദലീല് ഖൗലിഹി, ഇമാം സർക്കശിന്റെ തന്നെ ഒരു ഖൗലാണ് അതിന് തെളിവ്. ഫി മഹല്ലിൻ ആഖർ, മറ്റൊരു സ്ഥലത്ത് എന്താണ്? വഖദ് ഹക്കൽ ഖിലാഫ ഫി ദാലിക, മറ്റൊരു സ്ഥലത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ബാത്തിലാവോ ഇല്ലേ എന്നുള്ളതില് ഖിലാഫ് ഹിക്കായത്ത് ചെയ്തു. വഖദ് ഹക്ക, ഏതവസ്ഥയിൽ? മറ്റൊരു സ്ഥലത്തുള്ള ഖൗല് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതില് ഹിക്കായത്ത് ഖിലാഫിനെ ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. ഫീദാലിക്ക എന്ന് പറഞ്ഞാൽ ആ ബാത്തിലാവോ ഇല്ല എന്നുള്ളതില് അവിടെ എന്തു പറഞ്ഞു? മഹല്ലുൻ ആഖറിൽ പറഞ്ഞ ഖൗൽ എന്താണ്? ലാ ഖിലാഫ, ഖിലാഫില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലാ ഖിലാഫ എന്ന് പറഞ്ഞത് ബി ദലീല് ഖൗലിഹി എന്ന് പറഞ്ഞ ഖൗലിന്റെ മഖൂല. മനസ്സിലായില്ലേ? പിന്നെ എവിടെ ഖിലാഫില്ലാന്ന്? ബലിൽ ഖൗലു ബിൽ ബുത്ലാനി, അവിടെ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുക, അത് ഖിലാഫ് ഹിക്കായത്ത് ചെയ്തതിന് ശേഷം സർക്കശിമാവ് പറയാ ശരിക്കും ഇത് ഖിലാഫല്ല, അവിടെ ഖിലാഫില്ല. പിന്നെ എന്താണ്? ബലിൽ ഖൗലു ബിൽ ബുത്ലാനി, പിന്നെ ബാത്തിലാകും എന്ന് പറഞ്ഞ ഖൗല് സർക്കശിമാ ബാക്കി പറയാ, ലാ ഖിലാഫ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി പറയാ. ബുത്തലാന് കൊണ്ടുള്ള ഖൗല്, അതായത് ആദ്യം ഹിക്കായത്ത് ചെയ്തപ്പോ ബാത്തിലാവും എന്നും ഇല്ലാന്നും രണ്ടഭിപ്രായം പറഞ്ഞല്ലോ. പറഞ്ഞിട്ട് ഇത് യഥാർത്ഥത്തിൽ ഖിലാഫല്ല, അത് രണ്ടും 2 സ്ഥലത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇമാം സർക്കശി റഹിമഹുല്ലാ പറഞ്ഞാൽ അൽ മഅറൂഫു ലിൽ അസ്ഹാബി അന്ന തഖല്ലുബ ലിൽ ഖുനൂത്തി മുബ്തിലുൻ എന്ന് പറഞ്ഞത് ഇതിന്റെ മേലെ ഹംലി ചെയ്യണം. അൽ ഖൗലു ബിൽ ബുത്ലാനി മുസവ്വറുൻ, അത് എന്താണ്? സങ്കല്പിക്കപ്പെട്ടതാണ്. ബിമായിദ ഫാഹിഷത്തുൽ മുഖാലഫത്ത് ഫാഹിഷത്തായാൽ എന്ന് സർക്കശി ഇമാം പറഞ്ഞു. ആ ഫാഹിഷത്താകുക എന്നതിന് ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ഐ ബിയന്താഖറ ബിറുക്നൈനി, 2 റുക്ന കൊണ്ട് ബിന്ദുമ്പോഴാണ് ഫാഹിഷത്താകുക. വലൈസ കലാമുർ റാഫിഈ ഫീഹി, ഇമാം റാഫി റഹിമഹുല്ലാന്റെ കലാമ അതിലല്ല. ബിദലീല് ഖൗലിഹി ഇദാ ലഹിഖഹു അലൽ ഖുർബി, ഏതിലല്ലാന്ന്? ഫഹ്ഷുൽ മുഖാലഫത്തിലല്ല. ഫഹ്ഷുൽ മുഖാലഫത്തിലല്ല എന്ന് പറഞ്ഞാൽ ഇമാം റാഫി റഹിമഹുല്ല പറഞ്ഞ ബാത്തിലാവൂലാന്നാ. അപ്പൊ ബാത്തിലാവൂല എന്ന് പറഞ്ഞ ഖൗല് എന്താണ്? ഫഹ്ഷുൽ മുഖാലഫത്തിലല്ല. ബിദലീല് ഖൗലിഹി ഇദാ ലഹിഖഹു അലൽ ഖുർബി, അത് ഇമാം റാഫി റഹിമഹുല്ലാന്റെ ഖൗല് തന്നെയാണ്. അതിലല്ല എന്നുള്ളതിന് തെളിവ് എന്താണ്? ഇദാ ലഹിഖഹു അലൽ ഖുർബി, ഖുർബിൽ ലാഹിക്കായി കഴിഞ്ഞാൽ, പെട്ടെന്ന് ലാഹിക്കായി കഴിഞ്ഞാൽ അപ്പൊ ബാത്തിലാവൂല എന്നാ അവര് പറഞ്ഞത്. മറ്റൊരു ബാത്തിലാവും എന്ന് പറഞ്ഞത് ഫഹ്ഷുൽ മുഖാലഫത്തില. അപ്പൊ ശരിക്കും ഖിലാഫില്ലല്ലോ എന്നായി. ഇനി ഫൈൻ ഇഖ്തലഫ ഫിഅലുഹുമാ കമക്തൂബത്തിൻ വകുസൂഫിൻ ഔ ജനാസത്തിൻ ലം യസിഹ അല സഹീഹീന. പിന്നെ അപ്പോ ഇനി രണ്ടിന്റെയും നെളുമ ഒത്താല് തുടരൽ സഹിയാവുന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇനി നെളുമ ഒത്തിട്ടില്ലെങ്കിലോ? അതാ ഫൈൻ ഇഖ്തലഫ ഫിഅലുഹുമാ, രണ്ടിന്റെയും ഫേല് വ്യത്യാസമായാൽ കമക്തൂബത്തിൻ വകുസൂഫിൻ, ഫർദ് നിസ്കാരവും ഗ്രഹണ നിസ്കാരവും. ഗ്രഹണ നിസ്കാരത്തിൽ 2 ഖിയാമും 2 റുക്കുവൊക്കെ ഇല്ലേ ഒരു റക്അത്തില്. അതാവ് ജനാസത്തിൻ, അല്ലെങ്കിൽ ഫർദ് നിസ്കാരവും ജനാസ നിസ്കാരവും. ഖാലൽ ബുൽഖീനിയു, ഇമാം ബുൽഖീനി റഹിമഹുല്ലാഹ് പറഞ്ഞു, വ സജ്ദത്തു തിലാവത്തിൻ എന്ന് പറഞ്ഞാല് ഫർദ് നിസ്കാരവും തിലാവത്തിന്റെ സുജൂദും. ഔ ശുക്രിൻ, അല്ലെങ്കിൽ ആ ശുക്റിന്റെ സുജൂദും ഫർദ് നിസ്കാരവും. ഇങ്ങനെ. പിന്നെ അപ്പൊ ഈ കുസൂഫിൻ ഔ ജനാസത്തിൻ എന്നിങ്ങനെ തിലാവത്തിന്റെ സുജൂദും ശുക്റിന്റെ സുജൂദും, അത് രണ്ടിന്റെ ഇടയിൽ നെളുമ് എന്താണ്? ഇത്തിഫാഖുണ്ട്, ഇഖ്തിലാഫില്ല. അപ്പോ പിന്നെ ശുക്റിന്റെ സുജൂദ് ചെയ്യുന്ന ആളിന് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന ആളോട് വേണേ തുടരാം.
അല്ലേ? പിന്നെ അതവിടെ ആശയക്കാർ പറയുന്നുണ്ട്, ഇത് ഫർള് നിസ്കാരവും സജിദത്വത്തിലാവത്തും എന്ന പോലെ ഫർള് നിസ്കാരവും എന്താണ് സജിദത്വ ശുക്റും ഇത് ഫെയിൽ ഇഖ്തിലാഫുണ്ട്. അപ്പോൾ ലമ്യസിഹൽ ഇഖ്തിദാഉ ഫീഹിമ, ഇത് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റൂല. ഫർള് നിസ്കരിക്കുന്ന ആള് കുസൂഫിനെ നിസ്കരിക്കുന്ന ആളോടും കുസൂഫ് നിസ്കരിക്കുന്ന ആളോട് ഫർള് നിസ്കരിക്കുന്ന ആളോടും അതും തൊടൽ പറ്റൂല, തിരിച്ചും പറ്റൂല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഫീഹിമ, അതുകൊണ്ട് ഇഖ്തിദാഉ ഫീഹിമ എന്ന് പറഞ്ഞാൽ സഹീഹ് സ്വയം അനുസരിച്ച്. കാരണം എന്താ, തഅദ്ദുറുൽ മുതാബഅത്തി മഅൽ മുഖാലഫത്തി ഫിൻ നദ്മി, മുതാബഅത്ത് സാധിക്കൂല, പ്രയാസാകും. മഅൽ മുഖാലഫത്തി ഫിൻ നദ്മി, നദ്മിൽ മുഖാലഫത്തുള്ളതോടുകൂടെ എന്താവൂല, തുടരൽ ചെയ്യാവൂല, പ്രയാസാകും, സാധ്യാവൂല. അതുകൊണ്ട് തുടരണമല്ലോ. എന്ത് ജമാഅത്താകണമെങ്കിൽ കുദുവത്തുണ്ടാകണമെങ്കിൽ തുടരണമല്ലോ, മുതാബഅത്തല്ലേ അതിന്റെ പ്രധാനം. ഇനി വസാമുസിഹത്തി, അപ്പൊ ഇത് സഹീഹ് അനുസരിച്ച് എന്നാണ്. അപ്പൊ സഹീഹിന്റെ മുഖാബല സഹീഹ് ആകുമെന്നല്ലേ അതിന് മറുപടി പറയുന്നത്. വസാമുസിഹത്തി, സഹീഹാകുമെന്ന് വാദിക്കുക. ഫിൽ ഖിയാമിൽ അവ്വലി മിൻഹുമ, ഇത് രണ്ടിന്റെയും ഒന്നാമത്തെ ഖിയാമിൽ സഹീഹാകും. ഏത് രണ്ടിന്റെ ഒന്നാമത്തെ ഖിയാമില്? ഫർളിന്റെയും കുസൂഫിന്റെ ഒന്നാമത്തെ ഖിയാമിൽ എന്താണ് തുടരുക അല്ലെ? എന്നപോലെ ഫറലിന്റെയും ജനാസസ്കാരത്തിന്റെയും ഖിയാമിൽ, ആദ്യം ഖിയാമിൽ, പിന്നെ എന്താണ് ഇങ്ങനെ മാറ്റം വരുമ്പോൾ മുഫാറക്ത് ചെയ്താൽ മതിയല്ലോ അല്ലെ? മാറ്റം വരുമ്പോഴേ മുഫാറക്ത് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ വാദിക്കല് അതാ ഇതിലാ മുഖാലഫത്ത് ഫീഹി, കാരണം ഒന്നാമത്തെ ഖിയാമിൽ മുഖാലഫത്തില്ലല്ലോ. പിന്നെ അപ്പൊ മിൻഹുമ എന്നുള്ള ദമീർ നേരത്തെ പറഞ്ഞ ഫീഹിമ എന്നുള്ളതിലേക്കാ. ഇതിലാ മുഖാലഫത്ത ഫീഹി സുമ്മ യുഫാരിഖുഹു, അവിടെ എന്തില്ല, മുഖാലഫത്തില്ല. സുമ്മ യുഫാരിഖുഹു, പിന്നെ വിട്ടുപിരിയുക എന്നിങ്ങനെ പറഞ്ഞത് യുറദ്ദു, അത് റദ്ദ് ചെയ്യപ്പെടും. പിന്നെ സുമ്മ എന്ത് ചെയ്യുക, യുഫാരിഖുഹു, പിന്നെ വിട്ടുപിരിയുക എന്ന് പറഞ്ഞ ആ സഅമ് യുറദ്ദു, റദ്ദ് ചെയ്യപ്പെടും. ബി അന്നർ റബ്ത, റബുത്തമായ തഖല്ലുഫിൻ നദ്മി മുതഅസ്സിറുൻ, അതായത് മഅ്മൂമിന്റെ നിസ്കാരം ഇമാമിന്റെ നിസ്കാരമായി ബന്ധിപ്പിക്കണ്ടേ. അത് നദ്മ് തഖല്ലുഫാകലോടുകൂടെ രണ്ട് നിസ്കാരത്തിന്റെയും ക്രമം പരസ്പരം വൈരുദ്ധ്യമാകുമ്പോൾ അത് സാധിക്കൂല. റബുത്ത് മുതഅസ്സിറാണ്. ഫമന അൽ ഇൻഖാദ, അപ്പൊ പിന്നെ നിസ്കാരം മുന്നക്കിതാകുന്നതിനെ തടയും. അപ്പൊ ആദ്യം മുതൽ തന്നെ പറ്റൂല എന്നർത്ഥം. വബിഹി ഫാറഖൽ ഇൻഖാദ ഫി സൗബിൻ തുറാ മിൻഹു ഔറത്തുഹു ഇൻദ റുകൂഇ, പിന്നെ ഈ പറഞ്ഞതുകൊണ്ട് ഈ ഇല്ലത്തുകൊണ്ട് ബി അന്നർ റബ്ത മഅ തഖല്ലുഫിൻ നദ്മി മുതഅസ്സിറുൻ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് എന്താണ് ഫർഖായി നിസ്കാരം മുന്നക്കിതാകൽ ഇൻഖാദ, ഇത് ഫർഖായി. അതായത് ഇവിടെ ഇൻഖാദ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. എന്താണ് മൻഉൽ ഫർഖായി അൽ ഇന്നിഖാദ, ഇന്നിഖാദിനോട് ഫർഖായി. എവിടുത്തെ ഇന്നിഖാദ്? ഫി സൗബിൻ, ഒരു വസ്ത്രത്തിൽ നിസ്കരിക്കുന്ന ആള്. തുറാ മിൻഹു, ആ വസ്ത്രത്തിലൂടെ കാണും. ഔറത്തുഹു, അയാൾ ഔറത്ത് കാണും. ഇപ്പൊ ഇന്ദർ റുക്കു, റുക്കുവിന്റെ സമയത്ത് കാണുള്ളൂ, ഇപ്പൊ കാണൂല, ഖിയാമിൽ കാണൂല. എന്നാൽ ഇപ്പൊ എന്ത് ചെയ്യാ, അയാളോട് തുറന്ന് നിസ്കരിക്കുക. പിന്നെ റുക്കുവിലെത്തുമ്പോ ഔറത്ത് കണ്ടാല് അപ്പൊ അയാൾ നിസ്കാരം പാത്തിലാവും. അപ്പൊ മുഫറഖ് നിയ്യത്ത് ചെയ്താൽ മതിയല്ലോ. വഫി സാനി എന്ന് പറഞ്ഞാൽ അത് ഫർക്കായി എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, തഖല്ലുഫുൻ നദ്മില്ല എന്നർത്ഥം. പിന്നെ ഇഖ്തിലാഫും പിന്നെ നദ്മില്ല. വഫി സാനി ഖിയാമി റക്അത്തിൽ കുസൂഫി സാനിയത്തി, അതുപോലെ കുസൂഫിന്റെ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ ഖിയാമിൽ തുടർന്നു. രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ ഖിയാമിൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബാക്കി അങ്ങോട്ട് എന്താണ് ഫർള് നിസ്കാരം പോലെയാണല്ലോ, ബാക്കി വ്യത്യാസമല്ലല്ലോ. അതന്നെ. എന്നപോലെ വാഹിരി തക്ബീറാത്തിൽ ജനാസത്തി, ജനാസസ്കാരത്തിന്റെ തക്ബീറാത്തുകളുടെ അവസാനത്തിലും തുടർന്നു. നാലാമത്തെ തക്ബീർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഒരാൾ തുടർന്നു. അപ്പൊ മറ്റേയാൾ എന്ത് ചെയ്യും, നിന്നങ്ങ് സലാം കിട്ടും. അപ്പൊ ഇയാൾ ബാക്കി പൂർത്തിയാക്കണം. അതന്നെ ആ മുന്നൊക്കെ ഇതാവും. കാരണം എന്താ, ലിങ്കിലായി തഖാലുഫിൻ നദ്മി, ഈ രണ്ട് രൂപത്തിലേത് അവിടെ. പിന്നെ റംലിമാമിന് അതിലൊന്നില് ഖിലാഫുണ്ട്, ഹാഷിക്കാർ പറയുന്നുണ്ട്. നദ്മ് എന്താണ് തഖാലുഫാകുക എന്നുള്ളത് അവസാനിച്ചല്ലോ എന്ന്. കുസൂഫ് ഗ്രഹണസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ ഖിയാമാവുമ്പോൾ ഈ എന്താണ് നദ്മ് വ്യത്യാസമായി എന്നുള്ളത് അതോടുകൂടെ അവസാനിച്ചില്ല. എന്നപോലെ ജനാസസ്കാരത്തിന്റെ നദ്മ് വ്യത്യാസമാകുക എന്നുള്ളത് അവസാനത്തെ തക്ബീറിലെത്തുമ്പോഴത്തേക്ക് അവസാനിച്ചില്ല, പിന്നെ വെറും ഖിയാം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയായി. അപ്പോൾ മിസുലുഹുമ, ഇത് രണ്ടും പോലെയാണ്. ഇത് ഈ
കുസൂഫസ്കാരത്തിന്റെ അവസാനത്തെ എന്ന പോലെ ജനാസന്റെ അവസാനത്തെ തക്ബീർ, ഇത് രണ്ടും പോലെയാണ് മാബഅദ സുജൂദി ഫീമാ ഖാലഹുൽ ബുൽഖീനി. ഇമാം ബുൽഖീനി റഹിമഹുല്ലാഹ് പറഞ്ഞനുസരിച്ച് സുജൂദിന്റെ ശേഷമുള്ളത് ഇത് സുജൂദ് ശുക്റും എന്ന പോലെ സുജൂദ് തിലാവത്തും, അത് രണ്ടും കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അത്തഹിയ്യാത്തിലിരുന്നു സലാം കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരാൾ പോയി തുടർന്നാൽ, ഫർദ് നിസ്കരിക്കുന്ന ആൾ തുടർന്നാൽ കുഴപ്പമില്ല എന്ന് വരും. അപ്പൊ അവിടെ ഒന്നും എന്താണ് ഈ നളുമിൽ മുഖാലഫത്തില്ല എന്നർത്ഥം. അത് കഴിഞ്ഞല്ലോ. അമ്മാലോ സല്ലൽ കുസൂഫ, അപ്പോൾ കുസൂഫ് നിസ്കരിച്ചു സുന്നത്ത് സുബഹി, സുബഹിന്റെ സുന്നത്ത് പോലെ, അതായത് സാധാരണ 2 റക്അത്ത് പോലെ നിസ്കരിക്കാമല്ലോ. മറ്റേത് പൂർണ്ണമായ രൂപല്ലേ, അതിൽപ്പെട്ടതാണല്ലോ 2 ഖിയാമ 2 റുക്കൂ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സുന്നത്ത് സുബഹി പോലെ നിസ്കരിക്കുന്ന ഒരാൾ ഫയസിഹുൽ ഇഖ്തിദാഉ ബിഹ, അതിനോട് തുടരാം. അനൽമപ്പോ വ്യത്യാസമല്ലല്ലോ. വഇലിമ മിൻ കലാമി ഫി സുജൂദൈ സഹ്വി തിലാവത്തി, തിലാവത്തിന്റെയും സുജൂദിന്റെയും തിലാവത്തിന്റെയും സഹുവിന്റെ 2 സുജൂദിലും, തിലാവത്തിന്റെ സുജൂദും സഹുവിനും പിന്നെ 2 സുജൂദാണല്ലോ, അതിലുള്ള മുസന്നിഫിന്റെ കലാമിൽ നിന്ന് അറിയപ്പെട്ടു അന്നഹു യുഷ്തറത്തു അയ്ളൻ ലി സിഹത്തിൽ ഇഖ്തിദാഇ ബിഹി, അയാളോട് തുടരൽ എന്താണ് സഹിയാകാൻ ഷർത്താക്കപ്പെടും മുവാഫഖത്തുൽ ഇമാമി ഫി സുനനിൻ, പിന്നെ ഇമാമിനോട് മുവാഫഖത്ത് വേണം സുന്നത്തുകളിൽ. എങ്ങനത്തെ സുന്നത്ത്? തഫ്ഹുഷുൽ മുഖാലഫത്തു ഫീഹ, അതില് മുഖാലഫത്ത് ഫാഹിഷായി കണക്കാക്കപ്പെടും, അങ്ങനത്തെ സുന്നത്ത്. ആ സുന്നത്തിൽ എതിരായി കഴിഞ്ഞാൽ എങ്ങനെ എതിരാകുക? ഫീലൻ ചെയ്യൽ കൊണ്ടും വത്തർക്കൻ ഒഴിവാക്കൽ കൊണ്ടും. അപ്പൊ ഇമാമ് ചെയ്തു മഅ്മൂമ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പുരുഷൻ മുഖാലഫത്തായി കണക്കാക്കുമെങ്കിൽ അത് എന്താണ്, അല്ലെങ്കിൽ ഇമാമ് ചെയ്തില്ല മഅ്മൂമ് ചെയ്താൽ പുരുഷൻ മുഖാലഫത്തായി കണക്കാക്കുമെങ്കിൽ അങ്ങനെ എതിര് വരാൻ പാടില്ല എന്നുള്ളത് ഷർത്താണ്. ഏതുപോലെയൊക്കെ സജിദത്ത് തിലാവത്തിൻ സുജൂദി സഹ്വിൻ, തിലാവത്തിന്റെ സുജൂദ് പോലെ സഹ്വിന്റെ സുജൂദ് പോലെ, തശഹുദി അവ്വലിൻ ഒന്നാമത്തെ എന്താണ് തശഹുദ് പോലെ, അഫീ ഖിയാമിൻ മിൻഹു ആ ഒന്നാമത്തെ തശഹുദിൽ നിന്ന് എഴുന്നേക്കും പോലെ, വഇല്ലം യഫ്റുഗു മിൻ സുജൂദിഹി അയാളെ സുജൂദിൽ നിന്ന് ഫാരിഗായിട്ടില്ലെങ്കിലും, ഇല്ലാ വല്ലിമാമു ഖായിമുൻ അൻഹു അതിൽ നിന്ന് എഴുന്നേറ്റ് ഇമാമ് നിന്നിട്ടല്ലാതെ ഇല്ല, ബഅദമാ അതാ ബിഹി അത് കൊണ്ടുവന്നതിന് ശേഷം എഴുന്നേറ്റു, സുജൂദ് കൊണ്ടുവന്നതിന് ശേഷം. ഫൈൻ ഖാലഫ ആമിദൻ ആലിമൻ, അപ്പൊ ആമിദുൻ ആലിമുമായിട്ട് എതിരായി കഴിഞ്ഞാൽ, ഈ സുന്നത്തുകളിൽ എതിരായി കഴിഞ്ഞാൽ ബത്തലത്ത് സലാത്തുഹു എന്ന്. അപ്പൊ ഈ ഫർദ് നിസ്കാരം ഇതിനോട് എന്താണ് തുടരുമ്പോ അതാ പറഞ്ഞ സഹ്വിന്റെ സുജൂദിന് അതുപോലെ തിലാവത്തിന്റെ അവിടെ സുജൂദിലും ഒക്കെ എന്താണ് തുടരുന്ന സ്ഥലത്ത് ഇത് ഷർത്താണ് എന്നർത്ഥം. ഇനി ലായലുറു തഖല്ലുഫുലി ഇത്മാമിഹി ബിഖൈദിഹില്ലാത്തി, എന്നാല് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി എന്താണ് പിന്തല്, ഒന്നാമത്തെ തഹിയ്യാത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത്മാമു എന്ന് പറഞ്ഞാൽ തശഹുദുന്നവൽ ബിഖൈദിഹില്ലാത്തി ഫി ശറഹി ഖൗലിഹി, ശേഷം എന്താണ് വരുന്ന ഖൈദോടുകൂടെ പിന്തിയാൽ കുഴപ്പമില്ല. ഫഇല്ലം യകുൻ ഉസ്റുൻ എന്ന് പറഞ്ഞ ഖൗലിന്റെ ശറഹിൽ വരുന്നുണ്ട്. ബിഖിലാഫി നഹ്വി ജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പോലത്തതിന് എതിരായിട്ട്. പിന്നെ അതിന്റെ ശറഹിൽ വരുന്ന ഖൈദ് എന്ന് പറഞ്ഞ പിന്നെ ഇനിയും ഫസലല്ലേ. ബിഖിലാഫി നഹ്വി ജൽസത്തുൽ ഇസ്തിറാഹത്തി എന്ന് പറഞ്ഞത് എന്താണ്, അതിനു മുമ്പ് തഫ്ഹുഷുൽ മുഖാലഫത്തു ഫീഹ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ മുഹ്തറസാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ലിസിഹത്തിൽ ഇഖ്തിദാഇ ബിഹി മുവാഫഖത്തുൽ ഇമാമി ഫി സുനനിൻ തഫ്ഹുഷുൽ മുഖാലഫത്തു ഫീഹ, മുഖാലഫത്ത് ഫാഹിഷാകുന്ന സുന്നത്തുകളിൽ യോജിക്കണം, എന്നാൽ എന്തിൽ യോജിക്കണം എന്നില്ല, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പോലത്തതിൽ യോജിക്കേണ്ടതില്ല, അതിനെതിരായിട്ട് എന്നാ. അപ്പൊ അവിടെ ഫുഷുൽ മുഖാലഫത്തില്ല, അപ്പൊ അതിൽ യോജിച്ചോണൊന്നും ഇല്ല എന്നായി. ഇനി ഫസലും ഫി ഷുറൂത്തി ഫി ബഅദി ഷുറൂത്തിൽ ഖുദ്വത്തി അയ്ളൻ, ഇനി അതന്നെ പറയുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.